മനുസ്മൃതി ഇന്ത്യയുടെ ഭരണഘടനയാക്കാൻ 7.5 പതിറ്റാണ്ടായി ശ്രമിക്കുന്ന RSSന്റെയും സംഘപരിവാര ശക്തികളുടെയും പൊടുന്നനെയുള്ള ഭരണഘടനാ പ്രേമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശൃഗാല തന്ത്രം രാജ്യം തിരിച്ചറിയുന്നു. ഭരണഘടന വിഭാവന ചെയ്യുന്ന തുല്യത ഒരിക്കലും ദഹിക്കാത്ത സംഘപരിവാർ രാജ്യഭരണം കൈയാളിയ ശേഷം കൈക്കൊണ്ട നടപടികൾ ഒന്നൊന്നായി എണ്ണിപ്പറയേണ്ട ചരിത്ര സാഹചര്യമാണിത്. മുസ്ലിങ്ങളെ പുറത്താക്കാൻ ലക്ഷ്യമിട്ടുള്ള പൗരത്വ നിയമ ഭേദഗതിയും, രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് നിർവൃതിയടയുന്ന പ്രധാനമന്ത്രിയും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈപ്പിടിയിലൊതുക്കലും, ബുൾഡോസർ രാജും, സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഫെഡറൽ മൂല്യങ്ങൾ ചവിട്ടിമതിക്കലും ഭരണഘടനയെ തച്ചുടയ്ക്കലല്ലാതെ മറ്റെന്താണ്? നെഹ്റുവിനെ വരെ ഭരണഘടനാ വിരുദ്ധനായി ചിത്രീകരിച്ച് പാർലമെന്റിൽ ചർച്ച കൊഴുക്കുമ്പോൾ കൃത്യമായി പ്രതിരോധിക്കാൻ പോലും ആകാതെ കുഴങ്ങുകയാണ് കോൺഗ്രസ്. ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നു. ഭരണഘടനാ ചർച്ചയിലൂടെ BJP ലക്ഷ്യമിടുന്നതെന്ത്? ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവും മുൻ MPയുമായ അഡ്വക്കേറ്റ് S. സമ്പത്ത്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, BJP നേതാവ് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് എന്നിവരാണ്. സ്വാഗതം അതിഥികൾക്ക്. ഇപ്പോൾ ശ്രീ സമ്പത്ത്, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പാർലമെന്റിൽ നടക്കുന്ന ഈ ചർച്ചകൾ, ഭരണഘടനാ ചർച്ചകളിൽ വളരെ കൃത്യമായി മോദി അടക്കം നെഹ്റു കുടുംബത്തെ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് ഭരണഘടനയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പാർലമെന്റിൽ ഭരണഘടനയാണ് ചർച്ചയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാർത്തകൾ കാണുമ്പോൾ, ഈ പറച്ചിലുകൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് വല്ലാത്തൊരു ചിരി വരുന്നു, ചില ഓർമ്മകളും വരികയും ചെയ്യുന്നു. ഈ ഭരണഘടന എന്ന വാക്ക് തന്നെ കേൾക്കുന്നത് അറപ്പായ ഒരു കൂട്ടരാണ് വലിയ വാഗ്വാദം ഇളക്കിക്കൊണ്ട് പാർലമെന്റിൽ അട്ടഹാസം ഇളക്കുകയും ചെയ്യുന്നത്. ഇത് പക്ഷേ വളരെ കൃത്യമായി എന്താണോ BJP ലക്ഷ്യമിടുന്നത്, ഈ ചർച്ച കൊണ്ടുവരുന്നതിലൂടെ ആരെയാണോ പ്രതിരോധത്തിലാക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്, അത് ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഒരു തരത്തിലും അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നതുമില്ല. ഈ ചർച്ചയിലൂടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്താണ് ഈ മോദിയും കൂട്ടരും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്? നോക്കൂ ശ്രീ നരേന്ദ്രമോദി, ഞാൻ അങ്ങനൊരു പദപ്രയോഗം നടത്തുന്നതിൽ BJPയുടെ ചങ്ങാതി അഡ്വക്കേറ്റ് കൃഷ്ണദാസിന് വല്ലാത്ത വിയോജിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ, ഓഫ് കോഴ്സ് ഞങ്ങൾ അഭിഭാഷകർ കൂടിയായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് വി ക്യാൻ എഗ്രി ടു ഡിസഗ്രി ആ ഒരു കാര്യത്തിൽ. പാർലമെൻറ്റിലെ നിലവിലുള്ള അംഗങ്ങളും മുൻ പാർലമെൻറ്റ് അംഗങ്ങൾ ശ്രീ മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ അടുത്തറിഞ്ഞിട്ടുള്ളവർക്കെല്ലാം അറിവുള്ളൊരു കാര്യം എന്നുള്ളത് അദ്ദേഹം രാഷ്ട്രീയത്തിലെ ഒരു നടനാണ് എന്നുള്ളതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന നിലയിലാണ്. മറ്റൊരു കാര്യം, അദ്ദേഹം ഈ ഗോൾ പോസ്റ്റുകൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു കളിക്കാരനാണ് എന്നുള്ളതാണ്. താൻ പന്തടിക്കുന്നിടത്താണ് ഗോൾ പോസ്റ്റ് എന്നുള്ള നിലയിലേക്ക് ഗോൾ പോസ്റ്റ് മാറ്റിവെച്ചു കൊണ്ടേയിരിക്കുന്ന നിലയിലേക്ക്. എന്നാൽ ഗോളാണോ അടിക്കുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞകാല ചരിത്രം തന്നെ നമ്മൾ പരിശോധിച്ചാൽ മതി. ഒന്ന് നോട്ട് നിരോധനമാണ്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ദുരന്തങ്ങളെ സംബന്ധിച്ചൊന്നും സമയച്ചുരുക്കം കൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തൊക്കെയായിരുന്നു BJP നേതാക്കൾ പറഞ്ഞിരുന്നത്? ആ പറഞ്ഞിരുന്നത് മുഴുവൻ ബഡായി വർത്തമാനമായിരുന്നു എന്നുള്ളത്, അത് മുഴുവൻ പുകയായി പോയി എന്നുള്ളത് നമുക്കെല്ലാം അറിവുള്ളതാണ്. ഈ നോട്ട് നിരോധനം, ഡിമോണിറ്റൈസേഷൻ ഓഫ് 1000 രൂപയുടെ അതുപോലെ 500 രൂപയുടെ നോട്ടുകൾ നിരോധിച്ചത്, അതിനുശേഷം 2000 രൂപയുടെ നോട്ട് കൊണ്ടുവന്നത്, അതിൽ ചിപ്പ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ തന്നെ നമ്മളിതുപോലെ നടത്തിയ ചർച്ചകളിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ റെക്കോർഡിലുള്ള കാര്യങ്ങളാണ്. എന്തിനായിരുന്നു ഈ സാഹസങ്ങൾ നടത്തിയത്? അതിനുശേഷമാണല്ലോ പിന്നീട് ഈ ഫാം ബില്ലുകൾ കൊണ്ടുവന്നത്, കാർഷിക ബില്ലുകൾ കൊണ്ടുവന്നത്. പ്രതിപക്ഷ അംഗങ്ങളെ MPമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വളരെ ദ്രുതഗതിയിൽ, അത് ഓർഡിനൻസായി നേരത്തെ പുറപ്പെടുവിച്ചതിനെയാണ് ഇത്തരത്തിൽ ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടി അത് ബില്ല് അവതരിപ്പിച്ച് അത് നിയമമാക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിയത്. അത് 1 കൊല്ലക്കാലത്തിലേറെ ഇടതടവില്ലാതെയുള്ള സമരം കൃഷിക്കാർ നടത്തിയത്, അവരെ വിളിച്ചത്, ഭത്സിച്ചത്, ആക്ഷേപിച്ചത്, വിമർശിച്ചത്, അതിനെല്ലാം സർക്കാരിൻ്റെ പണം ചെലവഴിച്ചതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഒടുവിൽ എന്തായി എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ മാപ്പ് പറയുന്നു. ആ പറഞ്ഞ പ്രധാനമന്ത്രി തന്നെയാണ് മുമ്പ് പറഞ്ഞത് 50 ദിവസത്തിനുള്ളിൽ ഈ വിഷയം പരിഹരിച്ചില്ല എങ്കിൽ, നോട്ട് നിരോധനത്തിൻ്റെ, എന്നെ നിങ്ങൾ ജീവനോട് കൊന്നോളൂ, ചുട്ടുകൊന്നോളൂ എന്ന്, അല്ലെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്നെല്ലാം പറഞ്ഞത്. അപ്പം ഞാൻ ഈ ആദ്യം പറഞ്ഞതിൻ്റെ ന്യായീകരണമായി ഇത്തരം കാര്യങ്ങൾ പറയല്ല, ഈ അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഇത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ അദ്ദേഹം ആദ്യമായി ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് വരുന്നത്, ആ പാർലമെൻറ്റ് മന്ദിരത്തിൽ ശിരസ് മുട്ടിച്ചുകൊണ്ടാണ്. ഹിറ്റ്ലർ എങ്ങനെയാണ് റീസ്തായിലേക്ക് കടന്നു വന്നത് എന്നത് ഓർമ്മയുണ്ടോ? ആ റീസ്ത പിന്നീട് കത്തിക്കുകയുണ്ടായി.
അതിൻ്റെ എല്ലാ ജനാധിപത്യ ക്രമങ്ങളെയും വലിച്ചു പിച്ച് ചീന്തുകയുണ്ടായി. ജർമ്മൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഭരണഘടനയെ തന്നെ പിന്നീട് എന്താണ് ചെയ്തത് എന്നുള്ളത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ വാസ്തവത്തിൽ വല്ലാത്ത കൊള്ളയടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീരെഴുതുക എന്നുള്ള നിലയിലേക്ക് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറ്റ്സ് ഓൺ എ സെല്ലിംഗ് സ്പ്രീ. വീട് വേവുമ്പോഴാണ് വാഴ വെട്ടാൻ തക്കമെന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് മണിപ്പൂർ കത്തുന്നു. നേരത്തെയാണ് എങ്കിൽ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ് 10 കൊല്ലക്കാലം അവിടെ ഒരു നിയമസഭയില്ല, ഒരു മുഖ്യമന്ത്രിയില്ല, ഒരു ഗവൺമെൻറ് ഇല്ല. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് ആ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത്. യൂണിയൻ ടെറിട്ടറി ആയിട്ടാണ് നടത്തിയത്. ലഡാക്കിനാണ് എങ്കിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പോലുമില്ല. ജനങ്ങൾക്കുണ്ടായിരുന്ന അധികാരം തന്നെ എടുത്തു കളഞ്ഞു. അധികാരം എന്ന് തന്നെ പറയും. കാരണം ഭരണഘടന അനുസരിച്ച് ഇവിടെ വി ദ പീപ്പിൾ എന്നാണ് ഇവിടെ തുടങ്ങുന്നത് ഈ ഭരണഘടനയിലെ അനുച്ഛേദം 1 നിഷ്കർഷിക്കുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ എനിക്കറിയാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ മുമ്പ് പാർലമെൻറ്റ് അംഗമായിരുന്നു, അല്ലെങ്കിൽ CPIMൻ്റെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ആ വാദങ്ങൾ പറയുക എന്നുള്ളത്, അഭിപ്രായം പറയുക എന്നുള്ളതിനപ്പുറമായി വെറും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി. നമ്മൾ തലയ്ക്കനുസരിച്ചാണോ തൊപ്പി തുന്നുക, തൊപ്പിക്കനുസരിച്ചാണോ തല ചെത്തുക? നമ്മളെല്ലാം ചെരുപ്പിടുന്നവരാണ്. ഈ പാദുകങ്ങൾ ഇടുന്നത് പാദത്തിനനുസരിച്ചാണോ, പാദുകത്തിനനുസരിച്ച് പാദത്തെ നമ്മളതിനെ വെട്ടിമുറിക്കുകയാണോ? നമ്മൾ കുപ്പായങ്ങളൊക്കെ ഇട്ടിട്ടുള്ളവരാണ്, ട്രൗസറുകൾ ഇടാറുണ്ട്. എങ്ങനെ പാൻസ്, വക്കീൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വക്കീലന്മാർ അങ്ങനെ പാൻസും ഷർട്ടും ഇട്ടിട്ടാണല്ലോ കോട്ടും ഗൗണും ഇടുന്നത്. അത് വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റേതായിട്ടുള്ള അളവുകൾക്കനുസരിച്ചാണോ ഞങ്ങൾ ശരീരം ചുരുക്കുകയും മെരുക്കുകയും ചെയ്യുന്നത്? അതല്ല, ഞങ്ങളുടെ എല്ലാം ശരീരത്തിനനുസരിച്ചാണോ ഈ പറയുന്ന ട്രൗസറും അതുപോലെ തന്നെ ഈ ഷർട്ടും ഞങ്ങൾ അത്തരത്തിലുള്ള കോട്ടും ഗൗണും എല്ലാം ഇടുക എന്നുള്ളത്? ഇവിടെ നോക്കുക, ഇന്ത്യയിലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനോടൊപ്പം സംസ്ഥാന നിയമസഭകളിലും തെരഞ്ഞെടുപ്പ് നടത്തുക, ഇതാണ് അവർ പറയുന്ന ഒരു കാര്യം. ഇവിടെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തണം എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ ഒരു പക്ഷേ അവതരിപ്പിക്കാനിടയുള്ള ആ ബില്ല് 129ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടായിരിക്കും അവതരിപ്പിക്കുക. ഇന്ന് അവതരിപ്പിച്ചില്ല, നാളെ അവതരിപ്പിക്കാൻ സാധ്യത 129ാം ഭരണഘടനാ ഭേദഗതിയായിട്ടായിരിക്കും വരാൻ സാധ്യത. വന്നാൽ തന്നെ മിക്കവാറും ചെയ്യാൻ സാധ്യത, ഇത് നിയമവകുപ്പ് മന്ത്രി സ്പീക്കറോട് അഭ്യർത്ഥിക്കാൻ സാധ്യതയുള്ളത്, ഇത് ഒരു പാർലമെൻറ്റിൻ്റെ സെലക്ട് കമ്മിറ്റിക്ക് 2 സഭകളിലെയും അംഗങ്ങൾ, അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം അനുസരിച്ചായിരിക്കും വരിക, അങ്ങനെ ഒരു സെലക്ട് കമ്മിറ്റിക്ക്, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് അത്തരത്തിൽ വിടാനായിരിക്കും അതിൻ്റെ സാധ്യത. ഇതിങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഈ രാജ്യത്ത് കൊള്ളയടി നടക്കുകയാണ് സാമ്പത്തിക രംഗത്ത്. എങ്ങനെ? ലോകത്തിലെ 25 കോടി ആളുകൾ പട്ടിണിക്കാരായി തുടരുക. പട്ടിണിക്കാരാണ്, ദരിദ്രരെന്നുള്ള മാത്രമല്ല, പട്ടിണിക്കാരായി തുടരുകയാണ്. മറ്റൊന്ന്, ഈ നാട്ടിൽ നമ്മുടെ ഈ ഭവനരഹിതരുടെ എണ്ണം പല സംസ്ഥാനങ്ങളുടെയും സർക്കാർ തന്നെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമായി നടപ്പാക്കുകയാണ്. ജുഡീഷ്യറിയെ തന്നെ വാസ്തവത്തിൽ അതിൻ്റേതായിട്ടുള്ള നിഷ്പക്ഷതയും സ്വതന്ത്രതയും അതിൻ്റെ നീതിപൂർവമായ പെരുമാറ്റങ്ങളുമല്ല, ഫ്രീ ആയിട്ടുള്ള, നമ്മൾ പറയാം ഫ്രീ ആൻഡ് ഫെയർ ട്രയൽ എന്നൊക്കെ ഞങ്ങൾ വക്കീലന്മാർ പറയും ഏതൊരു അക്യൂസിനെ സംബന്ധിച്ചും. ഇവിടെ എന്താണ്? ഇവിടെ ഈ ഭവനങ്ങളടക്കം ഇടിച്ചു നിർത്തുന്ന നിലയിലേക്ക് പോവുകയാണെന്ന്. ഇവിടെ നീതി ദേവത കാഴ്ചക്കാരിയായി നിൽക്കുന്ന നിലയിലേക്ക്, അന്ധയായല്ല എങ്കിൽ കണ്ണുകുത്തി പൊട്ടിക്കുന്ന നിലയിലേക്ക് അത്തരത്തിൽ വരികയാണ്. മാധ്യമങ്ങളെ വിലക്കെടുക്കുകയാണ്. ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ ഇത്തരമൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ലോക്സഭ പിരിച്ചുവിടാനായി രാഷ്ട്രപതിക്ക് ശുപാർശ നൽകിയാൽ രാഷ്ട്രപതി പിരിച്ചുവിടും. അങ്ങനെ ലോക്സഭ പിരിച്ചുവിട്ടാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, ഇപ്പോൾ നിലവിൽ 28 സംസ്ഥാനങ്ങളേ ഉള്ളൂ, 29 ഇല്ല, എല്ലാ സംസ്ഥാനങ്ങളുടെയും അപ്പോൾ നിയമസഭ പിരിച്ചുവിടണം അല്ലേ? അപ്പോൾ ആ നിയമസഭ പിരിച്ചുവിടുന്ന ലോക്സഭയുടെ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അധികാരങ്ങൾ ഞങ്ങളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നതാണ്. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന പദപ്രയോഗത്തിൽ വല്ലാതെ കടന്നു വന്നിട്ടുള്ള കേന്ദ്ര സർക്കാർ എന്നുള്ള പദം കൊണ്ട് തന്നെ ഇവർക്കെല്ലാം തോന്നിയിട്ടുള്ളൊരു മിഥ്യാധാരണയുണ്ട്, ഈ അധികാരങ്ങളെല്ലാം ഞങ്ങളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്ന്. അങ്ങനെ അല്ല, അധികാരം കേന്ദ്രീകരിച്ചിട്ടുള്ളത് ജനങ്ങളിലാണ്. ആ ജനങ്ങൾ ഇവിടെ എന്ന് തുടങ്ങുന്നത് നാം നമുക്കായി എഴുതി ഉണ്ടാക്കി നമുക്കായി സമർപ്പിച്ച ഭരണഘടനയെ തന്നെ പിച്ചി ചിന്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടക്കുക എന്ന് വെച്ചാൽ ഇനി സംസ്ഥാനങ്ങൾ തന്നെ വേണ്ട എന്നുള്ള നിലയിലേക്ക് എത്തും. അങ്ങനെ സംസ്ഥാനങ്ങൾ വേണ്ട. തീർച്ചയായും താങ്കൾ പറഞ്ഞത് ആ പോയിന്റ് വളരെ കൃത്യമായി തന്നെ അവതരിപ്പിച്ചു. കാരണം ഇവിടെ പാർലമെന്റിൽ വളരെ കൃത്യമായി ചർച്ച നടക്കുകയാണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ട്. പുറത്ത് അവിടെ ബുൾഡോസർ രാജാണ് സംഭലിൽ. സുപ്രീം കോടതി പറഞ്ഞു ഈ ബുൾഡോസർ രാജ് പറ്റില്ല എന്ന് നിലപാടെടുക്കുമ്പോൾ സുപ്രീം കോടതിയാണ്, രാജ്യത്തെ പരമോന്നത കോടതി പറയുകയാണ് നിങ്ങളുടെ ഈ ഇടിച്ചു നിരത്തൽ പരിപാടി നടക്കില്ല എന്ന് പറയുമ്പോൾ അതിനെ കൂടി വെല്ലുവിളിച്ചുകൊണ്ട് UP സർക്കാർ, യോഗി ഭരിക്കുന്ന UP സർക്കാർ മുന്നേറുകയാണ്. ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് നേരത്തെ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ
ഈ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ്, എപ്പോഴാണ് ഈ ഭരണഘടനയുടെ സംരക്ഷകരായി മാറിയത്? ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ നിലപാടെടുത്തിട്ടുള്ളത് ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ? അല്ല, ഞാൻ ഇപ്പം അതിനെക്കുറിച്ച് എന്താ പറയുക എന്നുള്ളത് ഡോക്ടർ സമ്പത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ശേഷം അങ്ങയുടെ ചോദ്യം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഭരണഘടനയ്ക്ക് എന്തെങ്കിലും സാധ്യതക്കുറവുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണ് ഈ ചർച്ച എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും എനിക്കൊരു ധാരണക്കുറവുണ്ട്. ഇപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഒന്നാമത്തെ ഭരണഘടനയുടെ അമെൻമെൻറ്റ് നടക്കുന്നത് 18/6/1951 പിന്നീട് അവസാനത്തെ അമെൻമെൻറ്റ് നടക്കുന്നത് 28/9/2023 നാളിതുവരെ നമ്മുടെ ഭരണഘടന ഉണ്ടായതിനു ശേഷം 106 അമെൻമെൻറ്റുകളാണ് നടന്നിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് ഏത് അമെൻമെൻറ്റിനെ കുറിച്ചാണ് എന്ന് എനിക്കറിയില്ല. നാളെ ഏതെങ്കിലും പ്രത്യേകമായൊരു അമെൻമെൻറ്റ് ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളതിനെ സംബന്ധിച്ചാണെങ്കിൽ ഏതാണ്ട് 70കളുടെ തുടക്കം വരെ എന്ന് പറഞ്ഞാൽ 70-71 വരെയുള്ള കാലഘട്ടം വരെ ഈ രാജ്യത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും അസംബ്ലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും ഒക്കെ ഒരേ ഘട്ടമായി തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീടാണതെല്ലാം മാറുന്ന സാഹചര്യമുണ്ടായത്. അത് തിരിച്ചു വരുന്നതിനെ സംബന്ധിച്ച് വീണ്ടും ഒരു JPCക്ക് വിട്ട് അത് ചർച്ച നടത്തി തിരിച്ചു വരണമെങ്കിൽ വരണം, വരണ്ടെങ്കിൽ വരണ്ട, അതൊക്കെ പാർലമെൻറ്റ് തീരുമാനിക്കട്ടെ. പിന്നെ ബഹുമാനപ്പെട്ട സജി ചോദിച്ച ഒരു ചോദ്യം വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പാർലമെൻറ്റിൽ എന്ത് മുതലാണ്, അല്ലെങ്കിൽ രാജ്യത്ത് എന്ത് മുതലാണ് നിങ്ങൾ ഭരണഘടന അംഗീകരിക്കാൻ തുടങ്ങിയത്? പിന്നെ ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച് BJP എന്താണ് ഭരണഘടനാ വിരുദ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണല്ലോ അങ്ങയുടെ ചോദ്യം. എനിക്ക് അങ്ങയോട് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. ഈ രാജ്യത്ത് 356 വകുപ്പ് ഉപയോഗിച്ച് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആദ്യത്തെ ഒരു സർക്കാരിനെ പിരിച്ചുവിട്ടത് കേരളത്തിലെ LDF സർക്കാരായിരുന്നു. ഇന്നും അന്നും ഞങ്ങളതിനോട് യോജിക്കുന്നില്ല. ഇനി 42ാമത്തെ അമെൻമെൻറ്റ്, ഈ പാനലിലിരിക്കുന്ന മറ്റ് 2 പേരും അഭിഭാഷകരായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. 42ാമത്തെ അമെൻമെൻറ്റ് ബഹുമാനപ്പെട്ട സമ്പത്തടക്കമുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഒറ്റ അമെൻമെൻറ്റ് രാജ്യത്തെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും ഇല്ലാതെയാക്കി, എല്ലാ ഭരണഘടനാ അവകാശങ്ങളെയും ഇല്ലാതെയാക്കി, രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും ഇല്ലാതെയാക്കി, രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഒരാളുടെ അധികാര കേന്ദ്രീകരണത്തിലേക്ക് കൊണ്ടുവന്നു, കേന്ദ്ര ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന മന്ത്രിസഭയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 42ാം അമെൻമെൻറ്റ് കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ പിച്ചു ചീന്തുക എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഭരണഘടന തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനും കോടതികൾക്കടക്കം ഞാൻ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോടതികൾക്കടക്കം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിട്ടു. മാധ്യമങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ സിജു, ആ ചർച്ച ചെയ്യാനുള്ള അവകാശം, പ്രിൻ്റ് ചെയ്യാനുള്ള അവകാശം, അഭിപ്രായം പറയാനുള്ള അവകാശം, ആർട്ടിക്കിൾ 19, 14, 21 ഭരണഘടന എന്തൊക്കെ മൗലികാവകാശങ്ങൾ നൽകുന്നുണ്ടോ അതെല്ലാം തച്ചുടച്ച് കാട്ടിക്കളഞ്ഞ് അതിനെയെല്ലാം ഇല്ലാതെയാക്കി, അതിനെയെല്ലാം പൂട്ടിക്കെട്ടി ഒരാളുടെ കയ്യിലേക്ക് കൊണ്ടുപോയി. അതായിരുന്നു 42ാമത്തെ അമെൻമെൻറ്റ്. അത് 44ാമത്തെ അമെൻമെൻറ്റ് കൊണ്ടുവന്നുകൊണ്ടാണ് പിന്നീട് മാറ്റാനുള്ള സാഹചര്യമുണ്ടായത്. അത് ജനതാ ഗവൺമെൻറ് വന്ന സമയത്ത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ ഈ ചർച്ചയുടെ എൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. നാളിതുവരെയുള്ള 106 അമെൻമെൻറ്റുകളിൽ 1999 മുതൽ 2004 വരെ, ഞാൻ ആ തീയതികൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, ആ കാലഘട്ടത്തിലുണ്ടായത് SC/ST വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില മാറ്റങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടെല്ലാം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന പ്രത്യേകമായിട്ടുള്ള ചില അമെൻമെൻറ്റ്സാണ്. ഭരണഘടനാപരമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള അമെൻമെൻറ്റ്സ്. അങ്ങനെ 14 അമെൻമെൻറ്റ്സാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. പിന്നീട് 2014 മുതൽ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ മോഡി ഗവൺമെൻറ്റിൻ്റെ 3ാമത്തെ ഗവൺമെൻറ് അടക്കം ഉള്ള കാലഘട്ടങ്ങളിൽ നടന്ന 99ാമത്തെ അമെൻമെൻറ്റ് മുതൽ 106ാമത്തെ അമെൻമെൻറ്റ് വരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരു അമെൻമെൻറ്റ് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരായോ ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായോ കൊണ്ടുവന്നതാണോ ഈ കാലഘട്ടങ്ങളിലൊന്നും? ഒന്നുമല്ല എന്നുള്ളതാണ്.
അതൊക്കെ അവകാശങ്ങൾ, പൗരൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റ്സാണ്. ആകെ അതിൽ മാറ്റമുണ്ടായിട്ടുള്ളത് ജമ്മു കാശ്മീരിൻ്റെ അവരുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്ന സമയത്ത് അവിടെ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നടപടി തെറ്റാണ് എന്നുള്ളത് വരുത്തിക്കൊണ്ട് 370 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവർക്കുണ്ടായിരുന്ന പ്രത്യേകമായിട്ടുള്ള ചില അവകാശങ്ങൾ, ആ അവകാശങ്ങൾ മാറ്റിക്കൊണ്ടുള്ള ഒരു അമെൻമെൻറ്റാണ് അതിൽ വന്ന ഏക പ്രത്യേകമായ ഒരു അമെൻമെന്റ്. ഒരു ചോദ്യം ചോദിക്കട്ടെ ശ്രീ കൃഷ്ണദാസ്, താങ്കൾ പറഞ്ഞത് തിരിച്ചുവിടപ്പെട്ട താങ്കൾ പറഞ്ഞ 370 എന്ന് പറഞ്ഞത് 370 വകുപ്പ് റദ്ദ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. ഈ 371A എന്ന് പറയുന്നൊരു വകുപ്പുണ്ടായിരുന്നു, 371A. ആ 371A ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? 371A അല്ല, ഞാൻ അതിലേക്കൊക്കെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കൊക്കെ വരാം. അല്ല, അത് പറയുമ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഏതാണ് ഭരണഘടനാ വിരുദ്ധമായി എടുത്തത്? പൗരത്വ നിയമ ഭേദഗതിയിലേക്കൊക്കെ നമുക്ക് വരാം. ഏതായാലും ശ്രീ കൃഷ്ണദാസ്, താങ്കൾ പറഞ്ഞതുകൊണ്ട് ഇതിന് മറുപടി പറയേണ്ടത് വസന്ത് സിറേക്കാണ്. വസന്ത്, ചോദ്യം താങ്കളോടായിരുന്നു കൃഷ്ണദാസിൻ്റേത്. കാരണം ഈ 106 ഭേദഗതികൾ കൊണ്ടുവന്നത് നിങ്ങളാണ്, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. 42ാം ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ പ്രതിസ്ഥാനത്താണെന്നാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞു വെക്കുന്നത്. വസന്ത്, അല്ല, 42ാം അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് കൃഷ്ണദാസിനും BJPക്കും സംഘപരിവാരത്തിനും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം ആ അമെൻമെൻറ്റിലാണ് ഈ രാജ്യം സെക്യുലർ കൂടിയാണ് എന്ന് നമ്മൾ പ്രിയാമ്പിൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ എഴുതി ചേർത്ത് സെക്യുലറായി. ആ സെക്യുലർ സ്റ്റാറ്റസ് എടുത്തു കളയാൻ വേണ്ടി നടക്കുന്ന ഗവൺമെന്റാണ് ഇന്നുള്ളത്. പറയുന്ന കേൾക്കാം ശബ്ദം. ശരി, ശ്രീ വസന്തിലേക്ക് തിരികെ വരാം. സാങ്കേതികമായ ചില ശബ്ദവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ശ്രീ സമ്പത്ത്, ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഏതാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളത്, ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടെന്നുള്ള വളരെ രസകരമായൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞ, ഞാൻ ചോദിച്ച ചോദ്യമാണ്, 370 റദ്ദാക്കി, 371A എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ല. എന്താണ് ഈ 370? അതിന് അനുബന്ധ വകുപ്പുകളുണ്ട്. 371A മുതൽ H വരെ കിടക്കുന്ന വകുപ്പുകൾ ഉണ്ട്. അതിനകത്തൊന്നും കയറി കൈ തൊടാതെ 370 തന്നെ തൊട്ടതെന്താന്നുള്ള ചോദ്യം അത് വളരെ പണ്ട് തന്നെ ചോദ്യങ്ങളാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം അത് കൃത്യമായി തമസ്കരിക്കും, അതിലേക്ക് വരാമെന്ന് പറയുകയാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഈ 106 മോദി അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം പറയുന്നു വളരെ കൃത്യമായി, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയല്ലേ ഈ ഭേദഗതി കൊണ്ടുവന്നതാണ്, ഈ ഭരണഘടനാ ഭേദഗതികൾ. ഞാൻ അതിലെ ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് ഇതിലിപ്പോൾ നമ്മുടെ ഒരു സാങ്കേതിക കാരണത്താൽ ആ സമയത്തിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് എന്നെ ഇപ്പോൾ വിളിച്ചത്. ഞാനിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞ കാര്യത്തോട് അതിൽ ചില ക്ലാരിഫിക്കേഷൻസ് അനിവാര്യമാണ്. ഞാൻ ഇത് ഒരു CPM വേഴ്സസ് BJP എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ സമ്പത്ത് വേഴ്സസ് കൃഷ്ണദാസ് എന്നുള്ള നിലയിലോ ദയവായി പ്രേക്ഷകരും കണ്ടുകളയരുത്. ഭരണഘടനാ ഭേദഗതികൾ പലപ്പോഴായി വന്നിട്ടുണ്ട്, അനിവാര്യവുമാണ്. അത് ഒരു കാരണവശാലും ഇന്ത്യയുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ, അടിസ്ഥാന ഘടകങ്ങൾക്ക് വിഘാതമാവരുത്. അത് ഇന്ത്യയിലെ പരമോന്നത കോടതി, സുപ്രീം കോടതി തന്നെ ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുള്ളതാണ്. കേശവാനന്ദ ഭാരതി കേസിൽ പറയുകയും പിന്നീട് പലപ്പോഴായി ആവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിനെ ഒരു കാരണവശാലും ഹനിക്കരുത് എന്നുള്ളത്. ശ്രീ കൃഷ്ണദാസ് പറഞ്ഞല്ലേ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ശരിയാണ്, കോൺഗ്രസ് ഗവൺമെൻറ് കാലത്താണ്. ബാലാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസാണ് അന്നത്തെ കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ടതാണ്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്, ശരിയാണ്. അത് കഴിഞ്ഞ് പല ഭരണഘടനാ ഭേദഗതികളും വന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെൻറ്റ് അംഗങ്ങളായിരിക്കുന്ന വേളയിലാണ് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് സംവരണ ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നവർക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ അത്തരത്തിൽ 10% സംവരണം നൽകുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനാ ഭേദഗതി. ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും സംവരണത്തിൻ്റേതായ ആനുകൂല്യങ്ങളുണ്ട്, ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട അത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന കാലത്ത് VP സിംഗിൻ്റെ ഗവൺമെൻറ്റിനെതിരായി അന്ന് RSS എല്ലാം ഉറഞ്ഞു തുള്ളിയത് നമ്മൾ കണ്ടതാണ്. നുണപ്രചരണങ്ങൾ കുത്തക മാധ്യമങ്ങൾ ഏറ്റെടുത്തത് നമ്മൾ കണ്ടതാണ്. ഭരണഘടനാ ഭേദഗതി അടക്കം വരുത്തിക്കൊണ്ടാണ് അത്തരത്തിൽ സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ടാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ അതിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യമായിരുന്നു. തീരുന്നില്ല. വോട്ടവകാശം 21 വയസ്സായിരുന്നില്ലേ സിജോ? വോട്ടവകാശം 21 വയസ്സായിരുന്നില്ലേ മുമ്പ്?
അത് 18 വയസ്സായി കുറച്ച് കൊണ്ടുവന്നതും ഭരണഘടനാ ഭേദഗതിയോടുകൂടിയല്ലേ? എന്നാൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 1975 അലഹബാദ് ഹൈക്കോടതി വിധി വരുന്ന സമയത്ത് അതിനെ മറികടക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ 42ാം ഭരണഘടനാ ഭേദഗതി പറഞ്ഞതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ വന്നു. ഞങ്ങൾക്കതിനോട് യോജിപ്പില്ല, അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ട് സഖാവ് AK-ജിയും EMS ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ, എൻ്റെ പിതാവ് സഖാവ് അനിരുദ്ധനടക്കമുള്ള ആളുകൾ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. കുറ്റവിചാരണ പോലും നേരിടേണ്ടി വന്നില്ല പലർക്കും. മെയിൻ്റനൻസ് ഓഫ് ഇന്ത്യൻ സെക്യൂരിറ്റി ആക്ട് ആയിരുന്നു കരുതൽ തടങ്കൽ നിയമം. അപ്പോൾ അത് സംസ്ഥാന നിയമസഭയുടെയും അതുപോലെ തന്നെ ലോക്സഭയുടെയും കാലാവധി പോലും നീട്ടുകയുണ്ടായി. 5 കൊല്ലം എന്നുള്ളതിനെ പിന്നെ 6 മാസം എന്നുള്ള നിലയിലേക്ക് അതിനെ ഞങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ്. തീരുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. സുപ്രീം കോടതി ഈ അടുത്തിടയ്ക്ക് റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസിൻ്റെ പിതാവ് തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന വേളയിൽ തന്നെ ഒരു കേസിലെ വിധി വന്നു. ഓർമ്മയില്ലേ? ADM ജബൽപൂർ. ആ കേസിനകത്ത് എന്തായിരുന്നു? മൗലിക അവകാശങ്ങൾ അത്തരത്തിൽ എക്സിക്യൂട്ടീവ് ഹനിക്കുകയില്ല എന്ന് ജുഡീഷ്യറി വിശ്വസിക്കുന്നു എന്ന്. അന്നേ ദിവസമാണ് കേരളത്തിൽ നിന്ന് രാജൻ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കോഴിക്കോട് RECയിൽ നിന്ന് അപ്രത്യക്ഷമായത് എന്നേക്കുമായി. അതും നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗമായി ഇത്തരത്തിൽ ചില അപഭ്രംശങ്ങൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയാത്തത്. ഞാൻ എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ജമ്മു കാശ്മീരിൽ രാജാ ഹരിസിംഗുമായി ഉണ്ടാക്കിയ ഒരു ട്രീറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിച്ചത്. ആ ട്രീറ്റി, നമ്മൾ വക്കീലന്മാർ പറഞ്ഞാൽ ഒരു ട്രീറ്റി, ഒരു കരാർ, ആ കരാറിനൊരു കാലാവധി ഉണ്ടാവും. ഇതൊരു പെർപ്പച്വൽ ട്രീറ്റിയാണ്. പെർപ്പച്വൽ ട്രീറ്റിക്ക് അങ്ങനെ ഒരു കാലാവധിയില്ല. പെർപ്പച്വൽ ട്രീറ്റി എന്ന് പറഞ്ഞാൽ പെർപ്പച്വൽ ട്രീറ്റി അനന്തമായ കാലാവധിയാണ്. ആ പെർപ്പച്വൽ ട്രീറ്റിയിൽ 3 ക്ലോസുകളാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും അതിലൊരു ക്ലോസ് എന്നുള്ളത് ഇന്ത്യൻ യൂണിയൻ ഗവൺമെൻറ് അത്തരത്തിൽ അങ്ങനെ ഇവിടെ ഏതെങ്കിലും നിയമനിർമ്മാണം നടപ്പാക്കിയാൽ അത്തരം കാര്യങ്ങൾ അവിടെയുള്ള ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി എന്നുള്ളതാണ്. അതിനെന്താ ഇവിടെ കണ്ടുവച്ചതെന്നറിയോ? അവിടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിനെ തന്നെ പിരിച്ചുവിട്ടു, നിയമസഭ തന്നെ പിരിച്ചുവിട്ടു. എന്നിട്ട് ആ അധികാരങ്ങൾ മുഴുവൻ അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണറിൽ നിക്ഷിപ്തമാക്കി. ലെഫ്റ്റനൻറ്റ് ഗവർണറുടെ അധികാരം എന്നുള്ളത് പ്രസിഡന്റ് ഭരണത്തിൻ്റെ കീഴിൽ, രാഷ്ട്രപതി ഭരണത്തിൻ്റെ കീഴിൽ എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ തീട്ടൂരം അനുസരിച്ച് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അവിടുത്തെ ജനങ്ങൾക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അത് നഷ്ടപ്പെടുത്തി. ഉണ്ടായിരുന്ന ഒരു നിയമസഭ പിരിച്ചുവിട്ട് അവിടെ ആ എക്സിക്യൂട്ടീവ് അവിടെ അംഗീകരിക്കേണ്ടതിന് പകരം ആ അധികാരത്തെ നമ്മൾ കവർന്നെടുത്ത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അധികാരങ്ങളുടെ കേന്ദ്രീകരണം. ദ സെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ നിർത്തുന്നു ഈ ഒരു കാര്യത്തിൽ. ഇലക്ട്രൽ ബോണ്ടുകൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്? നിയമനിർമ്മാണം നടപ്പാക്കിയത് ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം ഉള്ളതിൻ്റെ പേരിലല്ലേ? എന്തെല്ലാമായിരുന്നു ചർച്ചകളിൽ BJP നേതാക്കൾ പറഞ്ഞത്? വെല്ലുവിളിയായിരുന്നു. സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമെന്നാണ് പറഞ്ഞത്. ഭരണഘടനാ വിരുദ്ധം എന്ന് ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തെ സുപ്രീം കോടതി വിശേഷിപ്പിച്ചാൽ അത് അനുചിതമെന്നോ അത് നിയമവിരുദ്ധമെന്നോ അത് കുറ്റകരമെന്നോ എന്ന് മാത്രമല്ല, ഇതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറൊന്നുമില്ല. അതിൽ അഭിമാനിക്കുകയും പിന്നീട് അതിൻ്റെ പേരിൽ തന്നെ അത് കൊട്ടിക്കൊഴി ഇത് ഭരണഘടനാ വിരുദ്ധം എന്ന് സുപ്രീം കോടതി അങ്ങനെ പ്രഖ്യാപിച്ചതിന് ശേഷം എന്നിട്ട് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു നടന്നത് എന്തായിരുന്നു? അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു കാര്യമെന്നുള്ളത് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന നിലയിലേക്ക് ഈ ഭരണഘടനയെ ഇതിന് കടലാസിൻ്റെ വില പോലും കൽപ്പിക്കാത്ത നിലയിലേക്ക് ഇത്തരത്തിൽ ഒരു യൂണിറ്ററി രാഷ്ട്രത്തിലേക്ക്, ഒരു രാഷ്ട്രം, ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു കൊടി, ഒരു അടയാളം, ഒരു നേതാവ്, ഒരു ഭരണകൂടം എന്ന നിലയിലേക്ക് മറ്റെല്ലാ വിയോജിപ്പുകളെയും മറ്റെല്ലാ വിമതസ്വരങ്ങളെയും മറ്റെല്ലാ വിമർശനങ്ങളെയും അവിടെ ഇടം ഇല്ലാതാക്കി മാറ്റുക എന്നുള്ളത്. ചുരുക്കത്തിൽ എന്ത് നടക്കുന്നു? ഈ ലോക്സഭയുടെയും ലോക്സഭയുടെയും അതുപോലെ നിയമസഭകളുടെയും തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തും. താഴെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് ഇതെല്ലാം ഒരു അച്ചുതണ്ടിൽ വാർത്തതുപോലെ, ഒരു ദണ്ഡയിൽ വാർത്തതുപോലെയുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു. അതല്ല ഇന്ത്യയുടെ ഭരണഘടന വിഭാവന ചെയ്തിട്ടുള്ളത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇവിടെ നഗരപാലിക ആക്ട്, പഞ്ചായത്ത് രാജ് ആക്ട് ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് വന്നതാണ്. GST നിലവിൽ വന്നു. ഭരണഘടനാ ഭേദഗതിയെ തുടർന്നാണ് GST കൗൺസിൽ വന്നത്. ഞാനും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ ഒരു പാർലമെൻ്റ് അംഗമായിരുന്നു അത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കാലത്താണോ കൂടുതൽ, BJPയുടെ കാലത്താണോ കൂടുതൽ എന്നുള്ളതല്ല. അന്ന് കോൺഗ്രസ് ഇങ്ങനെ ചെയ്തു, ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റ സെക്കൻഡ് അച്ഛൻ മുട്ടറ്റം വെള്ളത്തിലാണ് യാത്രക്കാരെ വഞ്ചിയിൽ നിന്ന് ഇറക്കി വിട്ടത്. മകൻ കഴുത്തറ്റം വെള്ളത്തിൽ ഇറക്കി വിടുകയാണ്. അച്ഛൻ പണ്ട് മുട്ടറ്റം വെള്ളത്തിൽ ഇറക്കി വിട്ടല്ലോ, ഞാൻ കഴുത്തറ്റം വെള്ളത്തിൽ ഇറക്കി വിട്ടപ്പോൾ പരാതി എന്തിനാണെന്ന് ചോദിക്കുന്നത് പോലെ ചെയ്യരുത്. ശരി, താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ഇത് കോൺഗ്രസും BJPയും പരസ്പരം പഠിച്ചാൽ താങ്കൾ ഇടയ്ക്ക് സൂചിപ്പിച്ചൊരു കാര്യം എനിക്കും കൂടി ഒന്ന് പറയേണ്ടി വരുന്നു. കാരണം ഈ അന്ന് അവിടെ ഈ ജമ്മു കാശ്മീർ നിയമസഭ പിരിച്ചുവിട്ടുകൊണ്ട് അവരെടുത്ത തീരുമാനം, അതായത് അന്ന് ഹിന്ദുത്വ ശക്തികളുടെ എതിർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതിനകത്ത് ശ്രീ സമ്പത്ത്.
അന്ന് ഒരുപക്ഷെ രാജാ ഹരിസിംഗ് ബഹാദൂർ ആയിരുന്നു ഭരണത്തിലുണ്ടായിരുന്നുവെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അവിടെ ഷേഖ് അബ്ദുള്ള ഭരണത്തിലേറുകയും പാട്ടക്കുടിയന്മാർക്കടക്കം, അതായത് ഹരിസിംഗിൻ്റെ നിലപാടുകൾക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്ത നാഷണൽ കോൺഫറൻസ്, അവിടെ അന്ന് ഹിന്ദുത്വ ശക്തികളുടെ എതിർപ്പ് അത് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ 371 പറഞ്ഞത്, നാഗാലാൻഡിൻ്റെ പ്രത്യേക അധികാരവുമായി ബന്ധപ്പെട്ട് അക്കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടാതിരിക്കുകയും അവിടെ ആരാണ് ഭരിച്ചിരുന്നത് എന്നുള്ള പ്രശ്നം വരുമ്പോഴാണ് BJPയുടെ ഈ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വരാം. ശ്രീ വസന്തിൻ്റെ ഓഡിയോ ക്ലിയറായെന്ന് തോന്നുന്നു. വസന്ത്, ഇവിടെ ഇപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞു വെച്ചത് ഈ ഭരണഘടനാ ഭേദഗതികൾ, നിങ്ങൾ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നതെല്ലാം കുഴപ്പമാണ്, നിങ്ങൾ കൊണ്ടുവന്ന നിങ്ങളുടെ നെഹ്റു കുഴപ്പമാണ്, നിങ്ങൾ ഈ കൊണ്ടുവന്ന 106 ഭരണഘടനാ ഭേദഗതികൾ അടക്കം എല്ലാം പ്രശ്നമാണ് എന്ന തരത്തിലാണ് പറയുന്നത്. എന്താണ് മറുപടിയുള്ള വസന്ത്? അല്ല, ശ്രീ സിജു നോക്കൂ, അദ്ദേഹം ആദ്യം പറഞ്ഞത് 42ാം അമെൻമെൻറ്റിനെ പറ്റിയാണ്. അവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം എന്താണെന്നറിയാമോ? ഈ 42ാം അമെൻമെൻറ്റിലൂടെയാണ് ഈ രാജ്യം സെക്യുലർ എന്ന പദം അതിൻ്റെ പ്രിയാമ്പിളിലേക്ക് എഴുതി ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഘപരിവാരത്തിനും പ്രിയപ്പെട്ട കൃഷ്ണദാസിനുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അമെൻമെൻറ്റാണ്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇപ്പുറത്ത് അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ രാജ്യം സെക്യുലർ ആണ് എന്ന് എഴുതി ചേർത്തത് ആ അമെൻമെൻറ്റിലൂടെയാണ്. ഇനി ഇവർ പറയുന്ന അടിയന്തരാവസ്ഥയെ പറ്റിയാണല്ലോ. എന്താണ് അടിയന്തരാവസ്ഥയുടെ പ്രത്യേകത? ഒന്ന്, പ്രതിപക്ഷ വേട്ട. നിങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ, RSSൻ്റെ മോദിയുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ 126 പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ED കേസെടുത്തു കഴിഞ്ഞ 10 വർഷക്കാലം. അതിൽ 115 പേർ ഇപ്പോഴും പ്രതികളാണ്. ബാക്കി 6 പേരെ നിങ്ങൾ വെറുതെ വിട്ടു. ഒന്നാമൻ ആരാണെന്നറിയാമോ? അതിൽ ഒന്നാമൻ ഹിമന്ത് വിശ്വ ശർമ്മ, കോൺഗ്രസ് വിട്ടു, BJP ചേർന്നു, നിങ്ങൾ എല്ലാ കേസും ഒതുക്കി തീർത്തു. രണ്ടാമൻ അജിത് പവാർ ഒരു മുന്നണിയെ വസന്ത് സിറിയക്കിലേക്ക് വരാം. ശ്രീ കൃഷ്ണദാസ്, നേരത്തെ താങ്കൾ പറഞ്ഞതിൽ സമർത്ഥമായി, അപ്പോൾ ഞാൻ ഇടപെടാതിരുന്നാണ്, സമർത്ഥമായി ഒഴിവാക്കിയ ഒരു കാര്യമാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിൽ വന്ന ആ സെക്കുലർ എന്ന പദം. താങ്കൾ വളരെ ബോധപൂർവം ആ വാക്ക് പ്രയോഗിച്ചതേയില്ല. ആ ഭരണഘടനാ ഭേദഗതി ഇന്ന് താങ്കളുടെ പ്രധാനമന്ത്രി, താങ്കളുടെ നേതാവ് പാർലമെൻറ്റിൽ എന്താണോ പറഞ്ഞത് അത് അതേപടി താങ്കൾ ഏറ്റുപറയുകയായിരുന്നു. ഇവിടെ താങ്കൾ പറഞ്ഞു വെച്ചത് കേട്ടാൽ, താങ്കളുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ പറയുന്നത് കേട്ടാൽ ഈ ഭരണഘടനാ ഭേദഗതികൾ മൊത്തം പ്രശ്നമാണ്. നേരത്തെ സമ്പത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമായി വരും. സാമൂഹികതയുടെ അടിസ്ഥാനത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ കൃത്യമായ ഭേദഗതി വേണ്ടിവരും. വോട്ടവകാശം 21 നിന്ന് 18 ആക്കുമ്പോൾ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരും. ചില ഭരണഘടനാ ഭേദഗതികൾ പ്രശ്നമാണെന്ന് പറയുമ്പോൾ അതിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ഉയരുകയും ചെയ്യും. മണ്ഡൽ കമ്മീഷൻ താങ്കൾ വളരെ ലാഘവത്തോടെ പറഞ്ഞു പോയല്ലോ. മണ്ഡൽ കമ്മീഷൻ ഇവിടെ പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കാൻ ഇവിടെ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കിയത് രാഷ്ട്രീയ പാർട്ടികളിലൊന്ന് താങ്കളുടെ പാർട്ടിയല്ലേ? താങ്കളുടെ RSS അടക്കം അതിന് എണ്ണയൊഴിക്കായിരുന്നില്ലേ? സംഘപരിവാർ ശക്തികൾ ഒന്നടങ്കം കൂടെ വരികയായിരുന്നില്ലേ? ആ ഭരണഘടനാ ഭേദഗതിയെ താങ്കൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് വളരെ നിസ്സാരങ്ങളൊക്കെ ചെയ്ത് ലാഘവത്തോടെ താങ്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തല്ലോ. കൃഷ്ണദാസ്. ശ്രീ സജു, താങ്കൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുടെ വാചകക്കണിയിൽ വീണുപോകരുത്. അതിൻ്റെ കാരണം, ഞാൻ 42ാം ഭേദഗതി പറഞ്ഞത് ആ 42ാം ഭേദഗതി കൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായി എന്നറിയാത്തയാളല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഡോക്ടർ സമ്പത്ത് അടക്കമുള്ള ആളുകൾ. ഭരണഘടനാ ഭേദഗതി വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് BJPയുടെ കാലഘട്ടത്തിൽ, നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ എന്തോ വലിയ പാതകം നടത്തുന്ന ഭേദഗതികൾ കൊണ്ടുവന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ആകെയുള്ള ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പറഞ്ഞതും 42ാം ഭേദഗതി എടുത്ത് പറഞ്ഞതും 44ാം ഭേദഗതി എടുത്ത് പറഞ്ഞതും. ഇത് രണ്ടിൻ്റെയും പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതായത് ഈ ഭരണഘടനയ്ക്കകത്ത് ഇന്ത്യനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് VD സവർക്കർ തന്നെയാണ്, വേറെ ആരുമല്ല പറഞ്ഞത്. ഞാൻ ഈ ഭരണഘടന ഉണ്ടായതിന് ശേഷമുള്ള കാലത്തെക്കുറിച്ച്, ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു വിഷയം കലർത്തേണ്ടതുണ്ടോ എന്നുള്ളത് കലർത്താം. പിന്നെ 1900 അതെ, ഞാൻ ഇന്ദിരാഗാന്ധി സവർക്കറെ കുറിച്ച് പറഞ്ഞത് കൂടി, എഴുതിയ കത്ത് കൂടി അങ്ങ് വായിച്ചു നോക്കിയാൽ അങ്ങേക്ക് അതിൻ്റെ സംശയം മാറും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി മറ്റൊരു വിഷയമുള്ളത്, 84 സംസ്ഥാന സർക്കാരുകളെ പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ, ഞാനതിൽ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ ജമ്മു കാശ്മീരിൻ്റെ സർക്കാരിനെതിരെ എത്ര തവണ 356 പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നത് നല്ലതാണ്. ഇപ്പോൾ
കേന്ദ്ര ഗവൺമെൻറ് 370 വകുപ്പ് എടുത്തു കളഞ്ഞ് കേന്ദ്രഭരണം ഏർപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണല്ലോ പറയുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന സർക്കാരുണ്ടായില്ലേ. അപ്പോൾ സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അവിടെ സമാധാനവും അവിടെ ഉണ്ടാകേണ്ടുന്ന സാഹചര്യവും നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക പദവി എടുത്തു കളയേണ്ടതാണ് എന്ന് എത്രയോ കാലമായിട്ടുള്ള നടപടികളാണ്, ആവശ്യങ്ങളാണ്. അത് മാറ്റപ്പെടേണ്ടതല്ലേ? ഒരു സംസ്ഥാനത്തിന് മാത്രമായി പ്രത്യേകമായിട്ടുള്ള പദവി ഉണ്ടോ? ഉണ്ടാവാൻ പാടില്ലല്ലോ. അത് മാറ്റപ്പെട്ടു. അതിനെന്താ തെറ്റുള്ളത്? ഞങ്ങൾ ഇനിയും മാറ്റും. അങ്ങനെയുള്ള പ്രത്യേക പദവികൾ എന്തെങ്കിലും ഒരു കാര്യത്തിലുണ്ടെങ്കിൽ ആ മാറ്റപ്പെടും. അതിനെന്താ തർക്കമുള്ളത്? ഒരു തർക്കമോ കാര്യത്തിനകത്തില്ല. പിന്നെ സെക്കുലർ എന്നുള്ള പദം കൊണ്ടുവന്ന് ഞങ്ങൾ രാജ്യത്തെ ഉദ്ധരിച്ചു എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് അപ്പോൾ 1977 78 ഈ 42ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാകുന്നതിന് മുൻപ് ഈ രാജ്യത്ത് സെക്കുലറിസം ഉണ്ടായിരുന്നില്ലേ? ഈ രാജ്യത്ത് മതങ്ങളും മതസൗഹാർദ്ദവും ഉണ്ടായിരുന്നില്ലേ? കോൺഗ്രസ്സുകാരെന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഈ രാജ്യത്ത് ആ ഭേദഗതി വന്നതോടുകൂടിയാണ് വലിയ സെക്കുലറിസം പുലർന്നതെന്നാണോ? അങ്ങനെ സെക്കുലറിസം പുലർത്തിയ ആളുകളാണോ ആ സെക്കുലറിസത്തിന് വേണ്ടി അമെൻമെൻറ്റ് കൊണ്ടുവന്നു എന്ന് പറയുന്ന ആൾ മരിച്ചു വീണപ്പോൾ ഒരു സമുദായത്തെ അങ്ങനെ തന്നെ ഡൽഹിയിൽ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത്? എത്ര ആളുകളെ കൊന്നൊടുക്കിയത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഭരണഘടനയാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. തിരഞ്ഞെടുക്കപ്പെട്ട 84 സർക്കാരുകളെ പിരിച്ചുവിട്ട ഗവൺമെൻറ് ആരുടേതാ? ഞങ്ങളുടെ ഗവൺമെൻറ് ആദ്യത്തെ ഘട്ടത്തിൽ ഏതാണ്ട് ഒരു 6 വർഷക്കാലവും പിന്നീട് ഇപ്പോൾ ഏതാണ്ട് ഒരു 12 വർഷക്കാലത്തോളമായും 11 വർഷത്തോളമായി ഞങ്ങൾ ഭരിക്കുകയാണല്ലോ. ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടോ? 356 വകുപ്പ് പ്രയോഗിച്ചോ? ഭരണഘടനാവിരുദ്ധമായൊരു നടപടി സ്വീകരിച്ചോ? ഭരണഘടനാവിരുദ്ധമായൊരു സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചോ? എന്തിന് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും ഒരു നടപടി കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാവിരുദ്ധമായി സ്വീകരിച്ചോ? ഇത് പറയുന്ന താങ്കൾ പറയുന്ന ശ്രീ സമ്പത്ത്, പക്ഷേ ഈ കേരളത്തിൽ താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു വലിയ പ്രശ്നമുണ്ട് ശ്രീ കൃഷ്ണദാസ്. കേരളത്തിനെതിരെ നടപടി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം എന്തോ വലിയ കുഴപ്പമുള്ളൊരു സംസ്ഥാനമാണെന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. എന്താണ് ശ്രീ സമ്പത്ത്? കേരളത്തിനെതിരെ പോലും നടപടി എടുത്തില്ല. കേരളം എന്താണ് ചെയ്തത്? സമ്പത്ത്, ഞാനങ്ങനെ പറഞ്ഞില്ല. താങ്കളാണ് പറഞ്ഞത് കേരളത്തിനെതിരെ നടപടി എടുത്ത്. കേരളം പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായം അല്ല, താങ്കൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്തിനെതിരെ? താങ്കൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് റീവൈൻഡ് ചെയ്ത് നോക്കാം. എന്തിനെതിരെ കേരളത്തെ പിരിച്ചുവിട്ടെന്ന് ചോദിക്കുന്നത്? കേരളത്തെ പിരിച്ചുവിട്ടാൽ വസന്തിനോട് ചോദ്യം വേറെ വരുന്നുണ്ട്. കേരളത്തെ പിരിച്ചുവിടാൻ എന്താണ് കേരളം ചെയ്തത്? കേരളം ഈ രാജ്യത്തിന് മാതൃകയായി നിൽക്കുന്ന സംസ്ഥാനമാണ് ശ്രീ കൃഷ്ണദാസ്. അതിന് ഞാൻ ചോദിക്കും, എനിക്ക് ഇടപെടാൻ കഴിയും ശ്രീ അല്ലല്ല ഞാൻ പറയാത്ത കാര്യം സജു പറയരുത്. ഞാൻ പറഞ്ഞത് ഈ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കെതിരെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞാൻ പറഞ്ഞത്? ഭരണഘടനാ വിരുദ്ധമായ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ എന്നുള്ള കാര്യത്തിലാണ്. അതിന്റെ കാരണം എന്താണ്? ശ്രീ സമ്പത്ത് പറഞ്ഞത് കാശ്മീർ അടക്കമുള്ള മറ്റ് പല നിലപാടുകൾ സുപ്രീം കോടതിയിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു, കേരളം പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കും. ശ്രീ സമ്പത്ത്, താങ്കൾക്ക് മറുപടി പറയുന്നതിനകത്ത് എന്ത് കേരളം പോയെന്ന്, എന്ത് കാര്യത്തിന് പോയെന്ന്? അതെ, നിങ്ങൾ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു, കേരളത്തിന് ആവശ്യമായ ഫണ്ട് തരുന്നില്ല, വായ്പ അനുവദിക്കുന്നില്ല. ലോൺ എടുക്കാൻ സമ്മതിച്ചില്ല കാര്യത്തിലാണോ നിങ്ങൾ പറയുന്നത്? സിജു, ഞാൻ ലോൺ എടുക്കാൻ സമ്മതിച്ചില്ല ആ കേസിന്റെ ഗതി എന്തായെന്ന് എല്ലാവർക്കും അറിയാവുന്നല്ലേ? ലോൺ എടുക്കാൻ പോയ കാര്യത്തെ നമ്മൾ വേറെ വിഷയങ്ങളൊക്കെ വയനാട്ടിൽ നിങ്ങളെടുത്ത നിലപാടെടുക്കേണ്ടി വരും. ഏത് ഭരണഘടനാപരമായ നിലപാടുകൾ സ്വീകരിച്ചു? സിജു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വയനാട്ടിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കൊടുത്താൽ പോരാ, അതും ഭരണഘടനയുമായിട്ട് എന്താ ബന്ധം സജു? മണിക്കൂർ അവിടെ നിന്ന് വിമാനത്തിൽ ചെലവഴിച്ചതിനാണ്. ഇനി ആ പൈസ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ചർച്ചയെ ദയവ് ചെയ്ത് വഴിമാറ്റി കൊണ്ടുപോകരുത്. ഞാനും ശ്രീ കൃഷ്ണദാസും ഉൾപ്പെടെ ഇതേ വിഷയത്തിൽ, വയനാടിന്റെ വിഷയത്തിൽ ചർച്ച ഒന്നിലേറെ ടെലിവിഷൻ ചാനലുകളിൽ നടത്തിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു കാര്യം, SDRF ഫണ്ട് എന്നുള്ളത് അത് ഫൈനാൻസ് കമ്മീഷൻ ഭരണഘടന അനുസരിച്ച് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന അനുസരിച്ച് നൽകുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ അവകാശമാണ് അക്കാര്യം. എന്നാൽ ആ പണം അവർക്കത്തരത്തിൽ അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് വിനിയോഗിക്കാനായി കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചുള്ളതിൽ അതിന് പ്രത്യേക പാക്കേജാണ് നൽകേണ്ടത് എന്നുള്ളതും അതിന് L3 കാറ്റഗറിയാണ് അത് പെടുത്തേണ്ടതെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇവിടെ ആ ഉണ്ടായ
ദുരന്തം, അതിനുശേഷം കേരളം ആദ്യം നൽകിയ നിവേദനം, പിന്നീട് നൽകിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട്, ഈ പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അനാലിസിസ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അത് തന്നെ ഈ ദുരന്തത്തിന് ശേഷമാണ് അതിൻ്റെ ഗൈഡ് ലൈൻസ് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നത്. ആ ഗൈഡ് ലൈൻസ് വരുന്നതിന് മുമ്പ് തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രളയമുണ്ടായപ്പോൾ തന്നെ ഈ പറയുന്നതായിട്ടുള്ള റിപ്പോർട്ട് ആദ്യം ഇന്ത്യയിൽ തയ്യാറാക്കിയത് കേരളമാണ്. കേരളം ഇത് വൈകിട്ട് പോലുമില്ല. വാസ്തവത്തിൽ ഇവിടെ ഉത്തരാഖണ്ഡിലെ ഗവൺമെൻറ്റും സിക്കിമിലെ ഗവൺമെൻറ്റും ഒക്കെ തന്നെ നൽകിയിട്ടുള്ളതിനേക്കാൾ വളരെ നേരത്തെയാണ് കേരളം ഈ ദിവസങ്ങൾ നമ്മൾ അതിൻ്റെ കണക്കെടുത്താൽ കഴിയുന്നൊരു കാര്യം. മറ്റൊരു കാര്യം, ഈ ഭവനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ അത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് ₹1 പോലും SDRFൽ നിന്ന് ചെലവഴിക്കാനായി കഴിയില്ല. കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ പണം. ഇതെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്. യൂണിയൻ ഗവൺമെൻറ്റും അവിടെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് വെച്ച് നീട്ടരുത്, അമാന്തിക്കരുത്, ഈ കാര്യത്തിൽ ആവശ്യമായ നടപടികൾ വേണമെന്ന് അത് സുഖമോട്ടോ ഹൈക്കോടതി എടുത്തൊരു കാര്യമാണ്. ഞാൻ അതിൻ്റെ ഒരു ചർച്ചയിലേക്ക് പോകുകയല്ല. ഇവിടെ സിജോ ചോദിച്ചൊരു കാര്യമുണ്ട്. ആർട്ടിക്കിൾ 370 കുറിച്ച് പറഞ്ഞു. ആർട്ടിക്കിൾ 371 സ്പെഷ്യൽ പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേറ്റ്സ് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്, അവിടുത്തെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സ്പെഷ്യൽ പ്രൊവിഷൻസ് അത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണല്ലോ. 371A എന്നുള്ള സ്പെഷ്യൽ പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റേറ്റ് ഓഫ് നാഗാലാൻഡ് ആണ്. അതും അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ. നാഗാലാൻഡിൻ്റെ കാര്യത്തിൽ വേറൊരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും നിങ്ങൾ നോക്കുക. ഇപ്പോൾ നേരത്തെ സിജു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങോട്ടേക്ക് ഈ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് ആസാമിനുണ്ട്, മണിപ്പൂരിനുണ്ട്. മണിപ്പൂർ കത്തുകയാണെങ്കിലും ഇതെല്ലാം ഇപ്പോൾ ആന്ധ്രാപ്രദേശിനുണ്ട്. എങ്ങനെ ആർട്ടിക്കിൾ 371D ആണ് ആന്ധ്രാപ്രദേശിൻ്റെ ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യത്തിലേക്ക് വരുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു അരുണാചൽ പ്രദേശിനുണ്ട്, ഗോവയ്ക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ ഇവിടെ എന്താ വിഷയം എന്നറിയോ? ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചല്ലേ ദുരുപയോഗപ്പെടുത്തുക എന്ന് തന്നെ പറയുക. അവിടെ ആ ഗവൺമെൻറ്റിന് എങ്ങനെയായിരുന്നു BJPക്ക് കൂടി പങ്കാളിത്തമില്ലാത്ത ഒരു സർക്കാർ ജമ്മു കാശ്മീരിൽ വേണ്ട. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെൻറ് ഉണ്ടാക്കാനായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ നിയമസഭ തന്നെ പിരിച്ചുവിടുകയാണ്. അത് മരവിപ്പിച്ച് നിർത്തിയത് എന്തിനായിരുന്നു എന്നുള്ളതല്ല. ഇവിടെ ഈ 39 ഭരണഘടനാ ഭേദഗതി ഉണ്ടല്ലോ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത്. 39 ഈ 42 പറഞ്ഞുള്ളൂ, സെക്കുലറിൻ്റെ നിൽക്കട്ടെ. 39 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയാം? ഇന്ത്യയുടെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, പ്രധാനമന്ത്രി, ലോക്സഭയുടെ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഒരു കോടതിക്കും സ്ക്രൂട്ടനൈസ് ചെയ്യാൻ കഴിയില്ല. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ഹർജിയും കൊടുക്കേണ്ടതില്ല. അതിനെ സംബന്ധിച്ച് ഒരു വിശകലനവും അവിടെ ഇല്ല, ഒരു വിലയിരുത്തലും ഇല്ല, ഒരു വിധിന്യായവും അവിടെ വേണ്ട. അത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഐ ആം ദ ജഡ്ജ്, ദ ജൂറി ആൻഡ് ദ എക്സിക്യൂഷണർ എന്നുള്ള നിലയിലേക്ക് ഇവിടെ ഈ 39 ഭരണഘടനാ ഭേദഗതിക്ക് തുല്യമായിട്ടാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന 129 ഭരണഘടനാ ഭേദഗതി ബില്ല്. അത് വന്നിട്ട് ഈ പറയുന്നത് സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അതിൻ്റെ റിപ്പോർട്ടിനായിട്ടൊക്കെ അത് വിടും. അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. ഒരു വലിയ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാൻ പാടില്ല, ചുപ്പുരഹോ എന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് 18,000-ലധികം പേജുകളാണ്. അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതിന് കാരണം കൂടി പറയാം. ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ലോ ആൻഡ് ജസ്റ്റിസ് എന്നുള്ള കമ്മിറ്റിയിൽ ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ച ഈ കേരളത്തിൽ നിന്ന് ഞാനും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും അതിലെ അംഗങ്ങളായിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്ന് കോൺഗ്രസിൻ്റെ തമിഴ്നാട് പ്രദേശ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള EMS നാച്ചിയപ്പനായിരുന്നു ആ സമിതിയുടെ അധ്യക്ഷൻ. ഞങ്ങൾ ആ കമ്മിറ്റിക്കകത്ത് വിയോജനക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ദാറ്റ് റിപ്പോർട്ട് വാസ് ലെയ്ഡ് ഓൺ ദ ടേബിൾ ഓഫ് ദ ഹൗസ്. പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. CPIM CPI അടക്കമുള്ള പാർട്ടികൾ അന്ന് തന്നെ ഇതിൻ്റെ വിയോജിപ്പ്, ഇതിൻ്റെ അപ്രായോഗികത, ഇതിൻ്റെ പിന്നിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ട എന്തായിരിക്കുമെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചതാണ്. എന്തേ ആ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് കൂടി ഇപ്പോൾ ഈ കാര്യത്തിലൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല? ഞങ്ങളെല്ലാം അത്തരം കാര്യങ്ങൾ ഈ രാവും പകലും അത്തരത്തിൽ ഞങ്ങൾ ഇരുന്ന് ജോലി ചെയ്തതും ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തും പോയി ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ, BJPയുടെ അടക്കം അവരുടേതായിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെ, വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെ, വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ, വിവിധ NGOസിൻ്റെ അടക്കം. എന്തേ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല? അപ്പോൾ ഇവിടെ വിഷയം അതൊന്നുമല്ല. ഇത് ഇത്തരമൊരു കാര്യത്തിൽ ഈ പോക്കറ്റടിക്കാരൻ പോക്കറ്റടിച്ചിട്ട് ഓടുമല്ലോ, അതാ പോക്കറ്റടിച്ചുകൊണ്ട് പോകും, അതാ പോക്കറ്റടിച്ചുകൊണ്ട് പോകുന്നു എന്ന് ബസ് സ്റ്റാൻഡിൽ പറയുന്നത് പോലെ ഇത്തരത്തിലൊരു ബില്ലും കൊണ്ടുവന്ന് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഇതെല്ലാം ശരി. ശ്രീ സമ്പത്ത്, ഒരു പക്ഷേ വസന്തിന് സംസാരിക്കാൻ സാങ്കേതിക തകരാറ് മൂലം വസന്തിന് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല. വസന്ത്, ഇവിടെ നേരത്തെ സംസാരിച്ച് നിർത്തിയെടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം. അതായത് കൃഷ്ണദാസ് പറഞ്ഞു വെച്ചത് ഈ രാജ്യത്തെ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്ന് നിങ്ങളാണ് ഈ രാജ്യത്തിന് കുഴപ്പം. അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭരണഘടനാ ചർച്ചയിൽ നരേന്ദ്രമോദി അടക്കം 2 ദിവസമായി നെഹ്റുവിനെതിരെ അടക്കം നെഹ്റു കുടുംബമാണ് പ്രശ്നം, കുടുംബ പാരമ്പര്യമാണ്, ഒരു കുടുംബമാണ് രാജ്യം ഭരിച്ചത്, ആ കുടുംബമാണ് രാജ്യത്തെ നശിപ്പിച്ചതെന്ന് വളരെ കൃത്യമായി ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പ്രതിരോധിക്കാൻ, പാർലമെൻറ്റിൽ പ്രതിരോധിക്കാൻ നിങ്ങൾക്കാകുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഈ സാഹചര്യത്തിൽ ഉയരുന്നുണ്ട്. വസന്ത്. അല്ല, കൃഷ്ണദാസ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ എന്തിനാണ് സവർക്കറിൻ്റെ നിലപാട് ചർച്ച ചെയ്യുന്നത്?
ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് സവർക്കറിൻ്റെ കാര്യം ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, കൃഷ്ണദാസെ, നിങ്ങളുടെ നേതാക്കൾ ഈ ഭരണഘടനാ അസംബ്ലി നിലവിൽ വരുമ്പോഴും അതിനുശേഷം ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് ഇതൊരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങളുടെ നേതാക്കൾ എടുത്തു പോകുന്ന നിലപാട് ചർച്ച ചെയ്യും. പിന്നെ അങ്ങ് പറഞ്ഞത് ശരിയാണ്. കാരണം ഭരണഘടനാ അസംബ്ലി നടക്കുമ്പോൾ അവിടേക്ക് ഒരു കാലിച്ചായ കൊണ്ടുപോയി കൊടുക്കാൻ പോലും, ഒരു കോഫി ടീ ബോയ് ആയിട്ട് പോലും പോയിട്ടില്ല നിങ്ങളുടെ ആരും. RSS നേതാക്കളോ സംഘപരിവാര നേതാക്കളോ ജനസംഘം നേതാക്കളോ അന്നത്തെയും ഇന്നത്തെയും BJP നേതാക്കളോ ആരും ഒരു ചായ കൊണ്ടുപോയി കൊടുക്കാൻ പോലും പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ വാഗ്വാദത്തിൽ ഇതാ ഞങ്ങളാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രം നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയുള്ളൂ എന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. രണ്ട്, ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇതാണ്. പ്രതിപക്ഷ വേട്ടയാണല്ലോ നിങ്ങൾ പറയുന്ന അടിയന്തരാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് 126 കേസുകൾ എടുത്തു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ. അതിൽ 5 പേരെ നിങ്ങൾ വെറുതെ വിട്ടു. ഒരാൾ ഹിമന്ത് വിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് BJPയിൽ വന്നു, നിങ്ങൾക്ക് പരിശുദ്ധനായി. രണ്ടാമത് മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ അമിത്ഷാ തന്നെ പോയി പ്രസംഗിച്ച ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ ആരായിരുന്നു? അമിത്ഷായുടെ ഭാഷയിലെ ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ അജിത് പവാർ. ആ അജിത് പവാർ ഒരു കഷ്ണവുമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തെ നിങ്ങളുടെ വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിച്ചെടുത്തു. അതായത് ഈ രാജ്യത്തുടനീളം മോദി എറയിൽ, മോദി ഭരണത്തിൽ എത്രയെത്ര പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് കേസുകൾ എടുത്തു പോരുന്നത്. എത്ര പേരെയാണ് നിങ്ങൾ ED കാണിച്ച് BJP, നിങ്ങൾ CBI കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. പിന്നെ മാധ്യമവേട്ടയാണല്ലോ അടുത്ത പ്രധാനപ്പെട്ട ഭരണഘടനാ ലംഘനം. BBC-ക്കെതിരെ ഒരു ദിവസം രാവിലെ BBC നിങ്ങളുടെ മോദിയുടെ ചില മുഖങ്ങൾ തുറന്നു കാണിച്ചപ്പോൾ ഇരച്ചു കയറി നിങ്ങളുടെ ED, നിങ്ങളുടെ CBI, നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ BBC-യുടെ ഓഫീസിലേക്ക്. എന്നിട്ട് ഇതാ ഇന്ന് നാൾക്ക് നാൾ കഴിഞ്ഞ് വർഷം 1 പോകുന്നു. BBC-ക്കെതിരെ ഒരു തെളിവ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കേന്ദ്ര ഏജൻസിക്ക് സാധിച്ചോ? എന്തായിരുന്നു NDTV-യിലെ പ്രശ്നം? NDTV-യിലും ഇതേ രീതിയിൽ NDTV-യുടെ നേതൃത്വത്തെ പ്രോ ലെഫ്റ്റായി ചിന്തിച്ചിരുന്ന അവരെ വേട്ടയാടാൻ നിങ്ങൾ മുമ്പിൽ നിന്നു. പിന്നീട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ എറയിലാണ് ഇതാ ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നതെന്ന്. ഗൗരി ലങ്കേഷിനെ മടക്കാൻ പറ്റുമോ? ഗൗരി ലങ്കേഷിനെ പോലെ ഭരണകൂടത്തിനെതിരായി നിശിതമായ വിമർശനം ഉന്നയിച്ച ഒരാളുടെ ഇടനെഞ്ചിലേക്ക് തോക്ക് കൊടുത്തു വിട്ടത് ആരാണ് നിങ്ങൾ സംസാരിക്കണ്ടേ? അങ്ങനെ പൗരാവകാശ ലംഘനങ്ങളുടെ ഒരു ഘോഷയാത്ര ആയിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോദി ഭരണകാലം. ഇപ്പോഴും അതേപടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ കാലത്ത് ഭരണഘടന വലിയ വെല്ലുവിളിയെ നേരിടുകയാണ്. അത് കേവലം അമെൻമെന്റുകളല്ല കൃഷ്ണദാസ്. അങ്ങേപോലൊരു സീനിയർ അഭിഭാഷകൻ, ഡോക്ടർ സമ്പത്തിനെ പോലൊരു സീനിയർ അഭിഭാഷകൻ ഉള്ളിടത്ത് ഇതാ കേവലം ഭരണഘടനാ ഭേദഗതികൾ, അമെൻമെന്റ്സ്, അതാണ് ഈ ഭരണഘടനയെ ബാധിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനാവില്ല. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതിനെതിരായി എന്ത് നടന്നാലും അതൊക്കെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഭീഷണിയാണ്. പിന്നീട് ജുഡീഷ്യറിയെ പറ്റി പറഞ്ഞല്ലോ. ഞങ്ങളുടെ കാലത്ത് ജുഡീഷ്യറി വലിയധികം കോൺഗ്രസ് ഭരണകാലത്താണ് ജുഡീഷ്യറിയെ വരച്ചവടയിൽ നിർത്താൻ നിങ്ങൾ ശ്രമിച്ചതെന്ന്. നിങ്ങളുടെ കാലത്ത് ആവശ്യം വരില്ല. എന്താണെന്ന് അറിയാമോ? ഈ രാജ്യത്ത് 91-ലെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലനിൽ നിൽക്കുമ്പോൾ ചന്ദ്രചൂഡ് പറയുകയാണ് ഗ്യാൻവാവിയിൽ പോയി നിങ്ങൾ സർവേ നടത്തിക്കോളൂ. അതായത് 91-ലെ ആക്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു മതത്തിൻ്റെയും ആരാധന കേന്ദ്രത്തിലേക്ക്, അത് അമ്പലമാവട്ടെ, ക്ഷേത്രമാവട്ടെ, മോസ്കാവട്ടെ, പള്ളിയാവട്ടെ, മറ്റൊരു മതസ്ഥനും ഒന്നും പറഞ്ഞുകൊണ്ട് കടന്നു കയറാൻ, ആരാധനയ്ക്കല്ലാതെ പോകാൻ പറ്റില്ല എന്ന് ഈ രാജ്യത്ത് നിയമം നിൽക്കുമ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയുകയാണ് ഗ്യാൻവാബിയിൽ പോയി നിങ്ങൾ സർവേ നടത്തിക്കോളൂ. അതിൻ്റെ പിൻപറ്റിക്കൊണ്ടല്ലേ ഇന്നലെ നിങ്ങളുടെ ബുൾഡോസർ രാജ്യം നടന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ കീഴ്ക്കോടതികൾ വിധി പ്രഖ്യാപിക്കുന്നത്. അതായത് നിങ്ങളുടെ പരിധിക്ക് വരുന്നവരെ സ്ഥാനം കൊടുത്ത്, നിങ്ങളുടെ പരിധിക്ക് വരുന്നവരെ പണം കൊടുത്ത് നിങ്ങൾ വരുതിയിൽ നിർത്തുന്നു ഈ ഭരണകാലത്ത്. ഇനി നിങ്ങളുടെ പരിധിക്ക് വന്നില്ലെങ്കിലുണ്ടല്ലോ, ഞങ്ങളുടെ DK ശിവകുമാറിൻ്റെ വീട്ടിലേക്ക് രാത്രി കയ്യിലൊരു അറസ്റ്റ് വാറന്റിൻ്റെ പേപ്പർ പോലും ഇല്ലാതെ മതിൽ ചാടിക്കറന്ന് നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ കടന്നു ചെല്ലുന്ന പോലെ ED കാണിച്ചു, CBI കാണിച്ച്, നിങ്ങളുടെ കേന്ദ്ര ഏജൻസികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താൻ നോക്കും. പിന്നെ അദ്ദേഹം സർക്കാരുകളെ പിരിച്ചുവിട്ട കഥ പറഞ്ഞു. നിങ്ങളുടെ കാലത്ത് പിരിച്ചുവിടേണ്ട വരില്ലല്ലോ. കാര്യം എന്താ? നിങ്ങൾ പിരിച്ചുവിടില്ല. ഒന്നെങ്കിൽ അമിത്ഷാ, അല്ലെങ്കിൽ മോദി, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവ് കയ്യിലൊരു ബാഗുമായി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോകും. അവിടെ കോൺഗ്രസ് എന്നോ പ്രാദേശിക പാർട്ടികളെന്നോ ഇടതുപക്ഷമെന്നോ ഇല്ല. അവിടെ പോയി നിങ്ങൾ ചാക്കിൽ പണം കൊടുത്ത് ആ സർക്കാരുകളെ അട്ടിമറിക്കും. നിങ്ങൾക്ക് പിന്നെ പിരിച്ചുവിടേണ്ട കാര്യമില്ലല്ലോ. അട്ടിമറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കുകയാണ്. അതായത് വളരെ പ്രോ ആക്റ്റീവായി പ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമ്പോഴും നമ്മുടെ മുമ്പിലുള്ള എല്ലാ തെളിവുകളും, നമ്മുടെ മുമ്പിലുള്ള എല്ലാ അനുഭവങ്ങളും അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. വസന്ത് പറഞ്ഞതിന് മറുപടി ഒരുപക്ഷെ കൃഷ്ണദാസിന് പറയാൻ കഴിയും. വസന്ത് ആദ്യം പറഞ്ഞതാണ് രസകരമായി തോന്നിയത്. കാരണം ഒരു ചായ കുടിക്കാൻ പോലും പോയിട്ടില്ലാത്ത ആളുകൾ,
താങ്കളുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ചായക്കടക്കാരൻ്റെ മകനാണെന്ന് പറയുന്ന ആ പറച്ചിലുണ്ടല്ലോ, അത് തന്നെ ഈ ഒരു ഘട്ടത്തിലും ഈ ഭരണഘടന എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഈ രാജ്യത്തിൻ്റെ, നിങ്ങളോട് നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്, സ്വാതന്ത്ര്യ സമരകാലത്ത് നിങ്ങളെവിടെയായിരുന്നു? ഈ രാജ്യം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിങ്ങളുടെ റോൾ എന്തായിരുന്നു? ആ 5 തൊട്ട് എനിക്ക് തോന്നുന്നു വീർ സവർക്കറെ, നിങ്ങൾ ഇന്ന് പാർലമെൻറ്റിൽ വെച്ചിരിക്കുന്ന വീർ സവർക്കർ ഉണ്ടല്ലോ, അദ്ദേഹത്തിനെതിരെ രാജ്യ രൂപീകരണത്തിന് ശേഷം തന്നെ മൊത്തം 4 ക്രിമിനൽ കേസുകൾ, 5 എണ്ണത്തിൽ അദ്ദേഹം മാപ്പപേക്ഷ. അങ്ങനെയുള്ള ഈ നേതാക്കൾ, ആ നേതാക്കളുടെ പാരമ്പര്യം, വസന്ത് പറഞ്ഞ പോലെ ആ നേതാക്കളുടെ പാരമ്പര്യമുള്ള താങ്കൾ എങ്ങനെയാണ് ഈ ഭരണഘടന സംരക്ഷിച്ചുവെന്നും രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടുവന്ന പാർട്ടിയാണ് BJP എന്ന് പറഞ്ഞത്? അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി വസന്ത് പറഞ്ഞ ഒരു കാര്യം കൂടി എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. താങ്കളുടെ പാർട്ടിക്ക് ഒരുപക്ഷെ ഈ സംസ്ഥാനങ്ങളെ പിരിച്ചുവിടേണ്ടി വരുന്നില്ല. കാരണം ഇവിടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങളത് മാറ്റിയിട്ട് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് മാറ്റിയിട്ട് യൂണിറ്ററി സ്റ്റേറ്റ്, ഈ ഒറ്റ സ്റ്റേറ്റ് മതി, ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പണ്ട് ലൂയി 14 പറഞ്ഞതുപോലെ മോദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം, ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് നേരത്തെ അത് സമ്പത്തും ഒപ്പം തന്നെ ഇപ്പോൾ വസന്തും ചൂണ്ടിക്കാട്ടിക്കുകയും ചെയ്തത്. കൃഷ്ണദാസ്, സ്വാതന്ത്ര്യ സമരം നടന്ന കാലഘട്ടങ്ങളിൽ ഞാനും നിങ്ങളും ജനിക്കാതിരുന്നത് കൊണ്ട് നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ED 125 കേസുകൾ എടുത്തു എന്നാ പറയുന്നത്. അല്ല, ആ ചോദ്യം പ്രസക്തമല്ലേ കൃഷ്ണ? നിങ്ങൾ എവിടെയായിരുന്നു ഈ രാജ്യം രൂപീകരിക്കുമ്പോൾ? നിങ്ങൾ എവിടെയായിരുന്നു? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളുടെ പങ്കെന്തായിരുന്നു ഉള്ള ചോദ്യമാണ്. ചരിത്രത്തിൽ ചില ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതിന് നിങ്ങൾക്ക് മറുപടി ഇല്ലാതാവുമ്പോൾ നിങ്ങൾ ED യെ കുറിച്ച് പറയും. ED കേസെടുത്തത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രക്ഷോഭം നടത്തിയതിൻ്റെ പേരിലാണോ ED കേസെടുത്തത്? ED കേസെടുത്തത് കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ പേരിലും കള്ളത്തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിലും കള്ളപ്പണം ഉണ്ടാക്കി വെച്ചതിൻ്റെ പേരിലും ED കേസെടുക്കും, ഇനിയും എടുക്കും. അങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് പേർക്കെതിരെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിമന്ത ബിശ്വ ശർമ്മ, അജിത് പവാർ, എത്ര ആളുകൾ കള്ളപ്പണം വെളുപ്പിച്ചു, അഴിമതി നടത്തിയവർക്കെതിരെ എടുത്ത കേസുകൾ എവിടെ? ED അവർ BJP ചേർന്നതിന് ശേഷം അവർക്കെതിരെ കേസ് എവിടെ? കൃഷ്ണദാസ്, താങ്കൾ പറഞ്ഞ ED ഇനിയും കേസെടുത്തു. ഈ കേസെടുത്ത നേതാക്കളൊക്കെ എവിടെ? ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോഴുണ്ടല്ലോ അവിടെ. പാർലമെന്റിനകത്ത് ചാക്കിൽ പണം കൊണ്ടുവന്നു എന്നൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. ആരോപണമല്ല, യാഥാർത്ഥ്യം. പണം കണ്ടെത്തുകയും നോട്ടുകെട്ടുകൾ വിതറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങേക്ക് ആ കാലഘട്ടത്തിലെ പാർലമെൻറ്റ് പ്രൊസീഡിങ്സ് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ബഹുമാനപ്പെട്ട സ്പീക്കർ രാജ്യസഭയിൽ പണം കണ്ടെത്തിയതിനെക്കുറിച്ചൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞത്, എൻ്റെ സീറ്റിൽ നിന്നല്ല, എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. പണം കണ്ടെത്തിയ സീറ്റ് ഏതാണ് എന്നുള്ളതും രാജ്യസഭാ റെക്കോർഡ്സിലുണ്ട്. അപ്പോൾ പാർലമെൻറ്റിനകത്ത് പണം കൊണ്ടുവരികയും പാർലമെൻറ്റിനകത്ത് MPമാരെ വിലക്കെടുക്കാൻ ശ്രമിക്കുകയും, ഞാൻ ആ MPമാരുടെ ഒന്നും പേര് അറിയാത്തത് കൊണ്ടല്ല, അങ്ങനെ ധരിക്കരുത്, അറിയാത്തത് കൊണ്ടല്ല, പറഞ്ഞാൽ മോശമാകും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഏത് സർക്കാരിനെയാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് അടപടലം ഒഴുകിപ്പോയി ആ പാർട്ടി വിട്ട് മാറി നിന്ന് മറ്റ് സർക്കാരുകൾക്കും മറ്റാളുകൾക്കും പിന്തുണ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, BJP സർക്കാരുണ്ടാക്കുമ്പോൾ പിന്തുണച്ചിട്ട് ആൾക്കാരുണ്ടാകും, ഇനിയും പിന്തുണ മേടിക്കും. ഞങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിലെ സർക്കാരിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ലേ ശിവസേനയുമായി ചേർന്നുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയത്? കർണാടകത്തിലെ ഞങ്ങളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സർക്കാരിനെയല്ലേ മാറ്റി നിർത്തിയത്? എത്രയോ സംസ്ഥാനങ്ങളിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ സർക്കാരുണ്ടാക്കാൻ അനുവദിക്കാതെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. 5 സർക്കാരുകളെ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 5 സർക്കാരുകളെ 356 വകുപ്പ് ഉപയോഗിച്ച് ആദ്യത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കേരളത്തിൽ പിരിച്ചുവിട്ടതുപോലെ പിരിച്ചുവിട്ടില്ലേ 1981, 89, 90, 91 കാലഘട്ടങ്ങളിൽ? എന്തിനാണ് പിരിച്ചുവിട്ടത്? അപ്പം ഞങ്ങളോട് ജനാധിപത്യം പറയുന്ന ആളുകൾ, ഞങ്ങളോട് ജനാധിപത്യ മര്യാദ പാലിക്കണമെന്ന് പറയുന്ന ആളുകൾ ഈ പിരിച്ചുവിടപ്പെട്ട ഗവൺമെൻറ്റുകളുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് അത്രേ പറയാറുള്ളൂ. ശരി ശ്രീകൃഷ്ണദാസ്, ഒരുപക്ഷേ ശ്രീകൃഷ്ണദാസ് താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. കാരണം ഉണ്ടാക്കുന്ന സമയം അല്ലല്ല ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ ഒന്ന് പറയട്ടെ. ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് BJPക്കാരും അങ്ങോട്ടേക്ക് പോയില്ലല്ലോ, ഞങ്ങളുടെ ആരെയും അവിടെ കണ്ടില്ലല്ലോ. ഭരണഘടന ഉണ്ടാക്കാനുള്ള സമിതി ഉണ്ടാക്കിയത് ആരാണ് എന്നും ആരൊക്കെയാണ് സമിതിയിലുള്ളതെന്നും അറിയാത്തവരല്ലല്ലോ ഭരണഘടനാ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളോ.
അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ പാർട്ടിയുടെ ആളുകളെയോ ഏതെങ്കിലും പ്രത്യേകമായ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടോ അല്ലല്ലോ നടത്തിയിട്ടുള്ളത്. അത് മഹാനായിട്ടുള്ള അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സമിതി അവരത് തയ്യാറാക്കുന്നു. അതിനെല്ലാ വിഭാഗത്തിൽ നിന്നും എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായതും സക്രിയമായിട്ടുമായിട്ടുള്ള ഒരു സമിതി ഉണ്ടാക്കിക്കൊണ്ടല്ലേ അതുണ്ടാക്കിയത്. അതിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അന്നത്തെ ഭരണഘടനാ സമിതി ഉണ്ടാക്കിയിട്ടുള്ള അതിന് നടന്നിട്ടുള്ള ഡിബേറ്റുകളും ചർച്ചകളുമൊക്കെ അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടേതോ ആണ് എന്ന് ധരിച്ചാൽ അവരോട് എനിക്ക് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. ഈ ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരുടെ മേന്മയാണ് എന്നവർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ അവർക്ക് കൊണ്ടു നടക്കാം. അതൊക്കെ രാജ്യത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ പറഞ്ഞ് പറ്റിക്കാൻ കഴിയുന്നതാണോ എന്നുള്ളത് അവർ സ്വയം ആലോചിക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഡോക്ടർ സമ്പത്ത് ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു വിവേചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ പാർലമെന്റിന്റെ താങ്കളുടെ ചോദ്യത്തിന് മറുപടി അഡ്വക്കേറ്റ് സമ്പത്ത് പറയും. വളരെ വേഗം നമുക്ക് തിരികെ ഒരു ചെറിയ ശ്രീ സമ്പത്ത്, താങ്കൾ നേരത്തെ പറഞ്ഞതാണ് ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടി വരുന്നത്. ഈ താങ്കൾ നേരത്തെ പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ടല്ലോ, അതായത് അച്ഛൻ മുട്ടപ്പമാണെങ്കിൽ മകൻ കഴുത്തപ്പം എന്ന് പറയുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് പേരും, അതായത് കൃഷ്ണദാസും ഒപ്പം തന്നെ വസന്തും പറഞ്ഞുകൊണ്ടിരുന്നത്. 356 അടക്കമുള്ള ആ 356 പ്രയോഗിച്ചതടക്കമുള്ള കാര്യങ്ങൾ രാജ്യചരിത്രത്തിൽ ഓർമ്മയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആ BJP പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ, അതായത് ചരിത്രത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രാജ്യഭരണം കൈയാളിക്കൊണ്ടിരുന്നപ്പോൾ എടുത്ത നിലപാടുകൾ, എടുത്ത ഭരണവിരുദ്ധ, അതായത് ഭരണഘടനാ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ ഒരിക്കൽ കൂടി കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും തമസ്കരിക്കുന്ന വളരെ തന്ത്രപരമായ ഒരു സമീപനം. ഇവിടെ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വയനാട് വിഷയത്തിലടക്കം ചർച്ച വഴിതെറ്റി പോകേണ്ട സാഹചര്യം വന്നു. പക്ഷേ സംസ്ഥാനങ്ങളുടെ അടക്കം ഭരണം കവർന്നെടുക്കുന്നത്, സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതും ഭരണഘടനാ വിരുദ്ധമാണ്. സംസ്ഥാനങ്ങളുടെ മേൽ ചെലവ് കെട്ടിവെക്കുന്നതും ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കൃത്യമായി തമസ്കരിക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്. പാർലമെന്റിനെ അതിന് വേദിയാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഇന്നിപ്പോൾ ശിവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കൃത്യമായി ഭരണകർത്ത, അതായത് ഭരണകക്ഷിക്ക് മാത്രമേ സംസാരിക്കാൻ പാർലമെന്റിൽ അവസരം കൊടുക്കുന്നുള്ളൂ, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. രാജ്യസഭയിലെ ജഗ്ദീപ് ധൻഖറിന്റെ വിഷയം നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ മറ്റൊരു ശബ്ദവും വേറൊരു തരത്തിലും പാർലമെന്റിൽ പോലും എന്താണ് നടക്കുന്നതെന്ന് അവതരിപ്പിക്കാൻ അവസരം പോലും കൊടുക്കാത്ത തരത്തിലേക്കുള്ള ഭരണഘടനാ വിരുദ്ധ നടപടികളല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ സമ്പത്ത്, സിജു, ഇവിടെ ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് ആയാലും ശ്രീ വസന്ത് ആയാലും ഞാൻ സമ്പത്തായാലും ഞങ്ങൾ 3 പേരും തൊഴിൽ കൊണ്ട് അഭിഭാഷകരുമാണ്. ഈ അഭിഭാഷകർക്ക് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയതിലും അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭേദഗതികൾ, അത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അദ്ദേഹം എന്താ ഈ ബേൺട്ട് ക്വൈറ്റ് ഈ മിഡ് നൈറ്റ് ഓയിൽ, സായിപ്പിൻ്റെ ഭാഷയിൽ പറയും, അർദ്ധരാത്രി വെളുപ്പിച്ചുകൊണ്ട് കുത്തിയിരുന്ന് അങ്ങനെ ഈ വിളക്കിൻ്റെ കീഴിലിരുന്ന് അവരെല്ലാം പഠിക്കുകയും വായിക്കുകയും എഴുതുകയും ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമാണ്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, അതിൽ അഭിമാനിക്കുകയാണ്. ഇവിടെ 15 വനിതകൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നതിൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ 3 പേർ അന്ന് മലയാളികളായിരുന്നു. കേരളം അന്ന് ജനിച്ചിട്ടില്ല. ഇവിടെ ആനി മസ്ക്രീൻ അവർ അഭിഭാഷകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മൾ കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നും വനിതകൾ അങ്ങനെ വന്നപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, സുഭാഷിണി അലി എന്ന CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ മാതാവ് ക്യാപ്റ്റൻ ലക്ഷ്മി, INA-യുടെ നേതാവ്, ലോകത്തിൽ ആദ്യത്തെ ഒരു വനിതകൾ മാത്രമുള്ള ഒരു സ്റ്റാൻഡിംഗ് ആർമിയുടെ ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ ക്യാപ്റ്റനായിരുന്നത്, മാത്രമല്ല ആസാദ് ഹിന്ദ് ഫൗജ് ഗവൺമെൻറ്റിലെ വനിതാക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നത്, അവരുടെ മാതാവ് അമ്മു സ്വാമിനാഥൻ. നമ്മൾ ഈ ചരിത്രത്തെക്കുറിച്ച് പറയും, ഇത് ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ എഴുത്താനോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പുകഴ്ത്തി പറയാനോ വേണ്ടിയിട്ടല്ല ഇത്തരം കാര്യത്തിൽ ഞാൻ ഈ കാര്യം ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ 3 വനിതകൾ അങ്ങനെ മലയാളികൾ ഈ കാര്യത്തിൽ അവർ ഇതിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴേ, ഇപ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് വരികയാണ് സമയച്ചുരുക്കം കൊണ്ട്. ഒന്നിപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം 1988 SR ബൊമ്മയുടെ സർക്കാരിനെ പിരിച്ചുവിടുന്നത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ കർണാടകയിൽ കേസ് കൊടുത്തു. SR ബൊമ്മായി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസ് സുപ്രീം കോടതി തീരുമാനിച്ചത് 1994 6 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഈ
പാല് പിരിഞ്ഞ് തൈര് അതിൻ്റെ പുളിയും പോയി എല്ലാം കെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അതുപോലെ തന്നെ കേരളത്തിൽ മുമ്പൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്ത CPIMൻ്റെ പ്രതിനിധി ജയിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വാസ്തവത്തിൽ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭരണഘടന തന്നെ അതിൻ്റെ വിവിധ വഴികൾ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് BJPയുടെ സംഘപരിവാർ പ്രഭുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലിസം. ഇപ്പോൾ ഒരു ഈ ബില്ലിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ബില്ല് പിന്നീട് അത് തൽക്കാലം ചർച്ചകൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വിടും. അങ്ങനെ പോകുമ്പോൾ ഇത് തൽക്കാലം പതുങ്ങിക്കിടക്കുന്നു എന്നുള്ള നിലയിലേക്ക് ഞാൻ എൻ്റെ ഈ ചർച്ചയുടെ അവസാനം ഞാൻ പറയാൻ വയ്ക്കുന്നത്, ഞാൻ ഇത് പറയുകയാണ്, അത് ഇനിയും ആവർത്തിച്ച് പറയേണ്ടി വരും, നിങ്ങളും അത് പറയേണ്ടി വരും. അണലിപ്പാമ്പ് ICUവിലായിരുന്നാലും അണലിപ്പാമ്പ് വിഷമുള്ളതായിരിക്കും എന്നതുപോലെ ഈ വരാനിരിക്കുന്ന 129ാമത് ഭേദഗതി ബില്ല്, അമെൻമെൻറ്റ് ബില്ല്, ആ ബില്ല് ലോക്സഭയുടെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് രാജ്യസഭയ്ക്കുമായി വിട്ടാലും അവിടെ ചർച്ച ചെയ്യപ്പെട്ടാലും ഭൂരിപക്ഷം ആർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് വ്യത്യസ്തമായ വിയോജനക്കുറിപ്പുകളോടെ വന്നിരുന്നാലും ഇത് അവിടെ തന്നെ ഉണ്ടാവും. വളരെ അപകടകാരിയായ ഒരു മോസ്റ്റ് വെനമസ് ആയിട്ടുള്ള ഒരു റെപ്റ്റൈലാണ് വൈപ്പർ. അത് പതുങ്ങിക്കിടക്കുകയും അത് കടിക്കുകയും ചെയ്യുക എന്നത് രാഷ്ട്ര ശരീരത്തിന് മാരകമാണ്. സമ്പത്ത്, സമയപരിമിതി മൂലം ഇടപെടേണ്ടി വരുന്നുണ്ട്. പക്ഷേ എന്തായാലും വസന്ത് സിറിയക്ക് ഇനി സംസാരിക്കാൻ അധികം സമയം കിട്ടില്ല. പക്ഷേ വളരെ ചുരുങ്ങിയ വാക്കുകൾ ഒരു മിനിറ്റിൽ വസന്തിന് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. കാരണം വസന്തിനോടാണ് കൃഷ്ണദാസ് ചോദിക്കുകയും ചെയ്തത്, നിങ്ങളാണ് ഈ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്, നിങ്ങളാണ് പ്രതിസ്ഥാനത്ത്. ഇപ്പോൾ മോദിയും കൃഷ്ണദാസും പറയുന്നത് ഒരേ കാര്യമാണ്, നിങ്ങളായാണ് പ്രശ്നമെന്ന് കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ പറഞ്ഞു അവസാനിപ്പിക്കാം. നാളെ വരുന്ന പാർലമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. നിലവിൽ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത, എല്ലാ വർഷവും ഈ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിൽ തന്നെ നോക്കൂ, ഈ വരുന്ന വർഷം നമുക്ക് തെരഞ്ഞെടുപ്പുണ്ട്, അത് കഴിഞ്ഞാൽ നിയമസഭ തെരഞ്ഞെടുപ്പുണ്ട്, ഈ വർഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുണ്ട്. അതായത് വിവിധ സർക്കാരുകൾക്ക് ഓരോ വർഷവും അധികാരത്തിൽ കയറി 5 വർഷം അവർക്ക് ടേം ഉണ്ടെങ്കിൽ പോലും ഓരോ വർഷവും ജനവിധി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ സംസ്ഥാന സർക്കാരിനും വ്യക്തമായ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്, ജനം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവർക്ക് മാറ്റാൻ തിരുത്താൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അതേസമയം ഏക തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ട്രെൻഡ് ഒന്നായി മാറും. അവർക്ക് ഒറ്റത്തവണ മാത്രം അത് മോദി അല്ലെങ്കിൽ BJP എന്നുള്ള ട്രെൻഡ് സൃഷ്ടിച്ച് എല്ലായിടത്തും അധികാരത്തിൽ വന്നു പോയേക്കാം എന്ന് വെച്ചാൽ അടുത്ത 5 വർഷക്കാലത്ത് ജനത്തിൻ്റെ പ്രതികരണം അറിയാനേ പറ്റാത്ത രീതിയിൽ, അവർക്ക് അവരുടെ പ്രതികരണം അറിയിക്കാനേ പറ്റാത്ത രീതിയിൽ അടച്ചുപൂട്ടിയ ഒരു സംവിധാനമായി ഒരു 5 വർഷക്കാലത്തേക്ക് ഈ രാജ്യത്തെ ഇവർ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായി, സംഘടിതമായി, നിയമപരമായി, സമരപരമായി നേരിടാൻ പ്രതിപക്ഷം ഒന്നിക്കണം. പ്രതിപക്ഷം ശരി വസന്ത്, വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് സമ്പത്ത്, P. കൃഷ്ണദാസ്, വസന്ത് സിറിയക്ക്. ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്.